പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് നമ്മോടൊപ്പം സമയം ചെലവഴിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസി അഡ്വക്കേറ്റ് സ്മിത ഫിലിപ്പോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസിയാണ്. ഇന്ന് തൻ്റെ ജീവിതാനുഭവങ്ങളും തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ വിടുതലുകളും നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെ സഹായിക്കട്ടെ. നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അഡ്വക്കേറ്റ് സ്മിത ഫിലിപ്പോസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? കർത്താവിൻ്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങൾ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സ്മിത ഫിലിപ്പോസ്. ഞാൻ അഡ്വക്കേറ്റ് ആണ്, പ്രാക്ടീസിങ് അറ്റ് ഹൈക്കോർട്ട് ഓഫ് കേരള. എനിക്ക് 2 കുഞ്ഞുങ്ങളുള്ള ആഞ്ചലീന, ഐലിൻ. ആഞ്ചലീന ഇപ്പോൾ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. BSc ഫോറൻസിക് സയൻസിന് കാരുണ്യ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ ജോയിൻ ചെയ്തു. ഐലിൻ 9th സ്റ്റാൻഡേർഡിൽ. ഹസ്ബൻഡ് ബിനോ, അദ്ദേഹം ഗവൺമെന്റ് കോൺട്രാക്ടർ ആണ്. ഇതാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ആമേൻ. കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർമാനമായ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസിക്ക് ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്, അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച്, ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല ഓർമ്മകൾ, മാതാപിതാക്കന്മാരെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ചൊക്കെ തുടർമാനമായി സംസാരിക്കാനുള്ള അവസരമാണ്. തുടർമാനമായി സംസാരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം ഇന്ന് സംഭവിച്ചത്. കാരണം ഇങ്ങനെ ആരോമ ടിവിയുടെ മുമ്പാകെ വന്ന് ഞാൻ ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറയുമെന്ന് ഒരിക്കൽ പോലും ഞാൻ നനച്ചിട്ടില്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. അപ്പൊ ഈ സമയത്തിനായി, ഈ ദിവസത്തിനായി, ഈ വർഷത്തിനായി, ഈ മാസത്തിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഡാനിയൽ പാസ്റ്റർ എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ എനിക്ക് യേശുപ്പച്ചായ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തില് വളർന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ ധ്യാനങ്ങളിലെല്ലാം എൻ്റെ അമ്മ എന്നെ അയക്കുമായിരുന്നു. ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ ഒരാഴ്ച ഞാൻ പോയി ധ്യാനങ്ങളൊക്കെ കൂടുമായിരുന്നു. അപ്പൊ ചെറുപ്പം മുതൽ എനിക്ക് യേശുപ്പച്ചായ കാണുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വീട്ടില് ഫോട്ടോസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഫോട്ടോ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും വോളിൽ. അപ്പൊ ഞാൻ രാത്രിയിൽ പപ്പയും മമ്മിയും ഒന്നും അറിയാതെ കുഞ്ഞു പ്രായത്തിൽ ഈ ടേബിളിന്റെ മണ്ടേ കയറി ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പറയായിരുന്നു, യേശുപ്പച്ച അവിടുന്ന് ഒന്ന് ഇറങ്ങി വരാവോ എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. പക്ഷെ യേശുപ്പച്ചൻ ഇറങ്ങി വരത്തില്ല. എന്നിട്ട് ആരും അറിയാതെ വീണ്ടും ആ ടേബിളിന്റെ മണ്ടേ കയറി ആ വാളിൽ ഞാൻ യേശുപ്പച്ചായയുടെ ഫോട്ടോ. പക്ഷെ എങ്കിലും എന്റെ യേശുപ്പച്ചായ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എന്റെ ജീവിതത്തില് വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ബോർഡ് എക്സാമിൽ ഞാൻ കമ്പ്യൂട്ടർ എടുത്തത്. ഞാൻ കമ്പ്യൂട്ടറിൽ ഭയങ്കര വീക്കാണ്. അപ്പോൾ C++ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ പ്രോഗ്രാംസ് 36 പ്രോഗ്രാംസോളം ഉണ്ട്. അപ്പൊ ഈ 36 പ്രോഗ്രാം എനിക്ക് കാണാതെ പഠിക്കാൻ സാധിക്കത്തില്ല. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ധ്യാനത്തിൽ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, യേശു നമ്മളെ സഹായിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിശ്വാസം ആ കുഞ്ഞു മനസ്സിൽ കേട്ട് ഞാൻ വിശ്വാസത്തോടുകൂടി അതിലൊരു പ്രോഗ്രാം മാത്രം ഞാൻ പഠിച്ചിട്ട് പോയി. ഓർത്തു നോക്കണം, അത് CBSEയുടെ ബോർഡ് എക്സാം ആണ്, പ്രാക്ടിക്കൽ എക്സാം ആണ്. തോറ്റാൽ ഞാൻ ആ വർഷം തോക്കുകയാണ്. അപ്പൊ വിശ്വാസത്തോടുകൂടി സം ഓഫ് ഇൻറ്റീജർ എന്ന് പറയുന്ന ആ പ്രോഗ്രാം മാത്രം പഠിച്ചിട്ട് പോയി. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. സെക്കൻഡ് സെഷൻ കഴിഞ്ഞ സമയത്ത് ഈ വലിയ ബുക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ, എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഹല്ലേലൂയ, ആ പിന്നാഫോം ഇട്ടിട്ട് സോക്സും ഷൂ ഒക്കെ ഇട്ടിട്ട് ബെൽറ്റ് ഒക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ പഠിക്കുന്ന കൊറിഡോറിൽ ഇരുന്ന് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സെക്കൻഡ് സെഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് പറഞ്ഞു. അപ്പോഴും പക്ഷെ ഞാൻ വിശ്വാസം താന്നില്ല. ഞാൻ അപ്പോഴും ഇതേ ഒരു പ്രോഗ്രാം തന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടിരുന്നു. തേർഡ് സെഷൻ ആയിരുന്നു എൻ്റെ. ഞാൻ കമ്പ്യൂട്ടർ ലാബിലേക്ക് ചെന്നപ്പോൾ ആ മനസ്സിലായത്, ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഒരു ബോക്സിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ലോട്ട് പോലെ ഇട്ട് വെച്ചിരിക്കുക. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ട് എടുക്കണം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഞാൻ പഠിച്ചത് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ അവിടുന്ന് എൻ്റെ കരങ്ങൾ പിടിച്ച് എടുക്കണമേ. കാരണം എൻ്റെ ബലഹീനത ദൈവത്തിനറിയാം. ഐ എം വെരി വീക്ക് ഇൻ കമ്പ്യൂട്ടർ. ഞാൻ ഉള്ളിൽ എങ്ങനെ കൈയിട്ട് എടുത്തു, പേപ്പർ എടുത്ത് കണ്ണടച്ച് തുറന്നു നോക്കിയപ്പോൾ ഞാൻ എന്ത് പഠിച്ചു? റൈറ്റ് ദ സം ഓഫ് ഇൻറ്റീജർ. അത് തന്നെ സർവശക്തനായ ദൈവം എനിക്ക് തന്നു. അങ്ങനെ എനിക്ക് വൈവയ്ക്കും
പ്രാക്ടിക്കൽ എക്സാമിന് ഫുൾ മാർക്സ് കിട്ടുവാൻ ദൈവം എനിക്ക് അതിന്റെ കൃപ തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. അതിന് തൊട്ട് മുമ്പ് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലല്ല, ശരീരം മുഴുവൻ എനിക്ക് ചിക്കൻ ബോക്സ് വന്ന് മോഡൽ എക്സാം പോലും എനിക്ക് എഴുതാൻ സാധിച്ചില്ല. അപ്പം കുളിച്ചതിന്റെ വെരി നെക്സ്റ്റ് ഡേ ആണ് എക്സാം. അപ്പൊ ഞാൻ പഠിച്ചിട്ടില്ല, എസ്സേസ് ഒന്നും പഠിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ ദൈവത്തോട് ചോദിച്ചു, ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അന്നത്തെ ആ കുഞ്ഞു മനസ്സിന്റെ ഒരു ഇതാണ്. 10th സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ തുറന്നിട്ട് പറഞ്ഞു 27th ചാപ്റ്റർ ഐ തിങ്ക് സോ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് വലിയ ആൻസർ ഇതാന്ന്. അപ്പൊ അത് മാത്രം, ആക്ച്വലി ആ ചാപ്റ്റർ ഒട്ടും ഇമ്പോർട്ടന്റും അല്ലായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിച്ച് ഞാൻ പരീക്ഷയ്ക്ക് ആ ഒരു എസ്സേ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പഠിച്ച ആ ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൂടാതെ ഞാൻ വിഷ്യൻസ് കാണുമായിരുന്നു. എനിക്ക് ആക്ച്വലി ഇതൊരു വിഷ്യൻ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ പപ്പ അത് പറഞ്ഞു തന്നത് അതൊരു ദർശനമാണെന്നുള്ളത്. കാരണം ഞാൻ കാണുന്നത് ദ വെരി നെക്സ്റ്റ് ഡേ അത് സംഭവിക്കും. അതിൽ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ബ്രദർ പൈലറ്റിംഗ് പഠിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയ സമയത്ത് ഞാനൊരു വിഷൻ കാണുന്ന, അദ്ദേഹം ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നു. ആ ഫ്ലൈ ചെയ്യുന്ന ആ പ്ലേസും ഒരു ഗോഡൌണിന്റെ മുകളിലാണെന്നും അതിങ്ങനെ കാട് പിടിച്ചിരിക്കുന്ന സ്ഥലമാണെന്നും, ഇങ്ങനെ ഫ്ലൈ ചെയ്ത സമയത്ത് ഒരു ഒബ്ജക്റ്റ് വന്ന് അടിച്ച് ഇങ്ങനെ രക്തം ചിഹ്നിച്ചു തന്നെ ആ ഫ്ലൈറ്റിന്റെ നമ്പറും പറഞ്ഞു. ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ ബ്രദറിനെ വിളിച്ച് സൗത്ത് ആഫ്രിക്കയിൽ പറഞ്ഞു ഇന്ന ഫ്ലൈറ്റ് നമ്പർ. ആക്ച്വലി അദ്ദേഹത്തിന് ഇന്ന് സർപ്രൈസ്, എങ്ങനെ ഞാൻ ആ ഫ്ലൈറ്റ് നമ്പർ പറഞ്ഞു. കാരണം അദ്ദേഹം അവിടെ സൗത്ത് ആഫ്രിക്കയിലാണ്, ഞാൻ കേരളത്തിലാണ്. പക്ഷെ ഇതേപോലെ തന്നെ അദ്ദേഹം ഇതേപോലെ ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ പെർട്ടിക്കുലർ സ്ഥലത്ത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പ്ലേസും ആ ഗോഡൌണും അതിന്റെ മുകളിൽ. അപ്പൊ ഒരു പ്രാവ് വന്നിട്ട് ഇദ്ദേഹം ഫ്ലൈ ചെയ്യുന്ന സമയത്ത് വന്ന് ഇടിച്ചു. ചോര ചിന്നിത്തിരി അദ്ദേഹം പെട്ടെന്ന് ലാൻഡ് ചെയ്യേണ്ടതായ ഒരു അവസ്ഥ വന്നു. അങ്ങനെ എന്റെ സ്വർഗത്തിലെ ദൈവം ഓരോ അനുഭവങ്ങൾ ചെറുപ്പം മുതൽ LLBക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്റെ കർത്താവ് ഇതേപോലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമായിരുന്നു എനിക്ക്. ഞാൻ കർത്താവിനോട് ചോദിക്കും, എന്ത് ചോദിച്ചാലും കർത്താവ് ഇന്നത് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമെന്ന്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ കുഞ്ഞുനാൾ മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ യേശുപ്പച്ചായെ കാണണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, കുഞ്ഞുനാൾ മുതലേ ആഗ്രഹം. അങ്ങനെ വിവാഹിതയായി 2 കുഞ്ഞുങ്ങളുണ്ടായി. അതിനുശേഷം സംഭവിച്ച ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2016 ഒരു സ്റ്റേജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുവാനിടയിൽ വലത്തെ സൈഡിലെ നടുവടിച്ചാണ് ഞാൻ വീണത്. വളരെ ശക്തമായ വേദനയായിരുന്നു. അപ്പം ബെൽറ്റ് എല്ലാം കെട്ടി ഞാൻ കോടതിയിൽ പോയിക്കൊണ്ടിരുന്നു. ആയുർവേദ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിരുന്നു. അന്ന് ബിനോച്ചാൻ ഇവിടെ ഞങ്ങളുടെ കൂടെ എറണാകുളത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു കോൺട്രാക്ടർ ആയിരുന്നു. അദ്ദേഹം പാലക്കാടായിരുന്നു അദ്ദേഹത്തിന്റെ വർക്കൊക്കെ. അദ്ദേഹം വീക്ക്ലി വരുത്തേ ഉള്ളായിരുന്നു. പക്ഷെ ബെൽറ്റ് ഒക്കെ കെട്ടി കാർ ഓടിച്ച് ഞാനിങ്ങനെ കോടതി പോയിക്കൊണ്ടിരുന്നു. ഭയങ്കര പെയിൻ ആയിരുന്നു. എങ്കിലും കാറൊക്കെ ഓടിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് 2017 ജാനുവരി മാസത്തിൽ അദ്ദേഹം അന്ന് ഭവനത്തിലുണ്ടായിരുന്നു. രാത്രിയിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി നമ്മൾ കിടന്നു. കുറച്ച് ശേഷം ദാറ്റ് മീൻസ് വെളുപ്പിനായപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകണം തോന്നി. ടോയ്ലറ്റ് പോകാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് എഴുന്നേക്കാനായിട്ട് സാധിക്കുന്നില്ല. ശക്തമായ വേദന, കത്തി തുളച്ച് കീറി മുറിക്കുന്ന രീതിയിലുള്ള വേദന. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയാനായിട്ട് പറ്റുന്നില്ല. ഒരു രീതിയിൽ എനിക്ക് എഴുന്നേക്കാനായി സാധിക്കുന്നില്ല. അവസാനം അദ്ദേഹം എന്നെ ഒരു ക്ലോക്ക് വൈസ് ആണ് തിരിച്ചത്. അത് ഊഹിക്കാം, ഒരു ക്ലോക്ക് വൈസ് തിരിച്ച് പെയ്യെ 25 മിനിറ്റ്സോളം എടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പറയുമ്പോൾ എളുപ്പം പറഞ്ഞു, പക്ഷെ ആ വേദന സഹിച്ച് നീറി 25 മിനിറ്റ് ഞാൻ ആ കട്ടിലേന്ന് എഴുന്നേൽക്കാനായിട്ട് എടുത്തത്. അതും എഴുന്നേറ്റിരുന്നപ്പോ തന്നെ എനിക്ക് ബലമില്ലാതായി. അരയ്ക്ക് കീഴ്പോട്ട്, ഒരു സൈഡിലോട്ട്, ഈ സൈഡിലോട്ട്, ഫ്രണ്ടിലോട്ട് പോകും. അങ്ങനെ 4 പേര്, എൻ്റെ 2 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും എൻ്റെ കസിനും ഉണ്ടായിരുന്നു. ആ മോളും കൂടെ ചേർന്ന എന്നെ പിടിച്ചത്. അപ്പോഴത്തേക്കും ബിനോച്ചൻ എന്നെ എടുത്തു പൊക്കിയ പറഞ്ഞ ടോയ്ലറ്റിലേക്ക് പോയി. അപ്പോഴത്തേക്കും എൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് എനിക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ബലം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ദി വെരി നെക്സ്റ്റ് ഡേ ഇറ്റ്സെൽഫ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ന്യൂറോളജിസ്റ്റ് പറഞ്ഞു, MRI ചെയ്താലേ ഇതെന്താന്ന് നമുക്ക് പറയാനായി സാധിക്കത്തുള്ളൂ. അങ്ങനെ ന്യൂറോളജിസ്റ്റ് MRI ചെയ്ത് MRIയുടെ റിപ്പോർട്ട് വന്നു. ബൈ ദാറ്റ് ടൈം ഞാൻ വീൽ ചെയറിലായിപ്പോയി. ആ വീൽ ചെയറിൽ ഇരിക്കുമ്പോഴും ഫസ്റ്റ് എനിക്ക് നല്ല ഓർമ്മയാണ്, ഞാൻ ശക്തമായ വേദന കൊണ്ട് പൊളയുക, കാലും കൈ ഇട്ടിട്ട് ഈ വേദന കൊണ്ട് മരിക്കുക.
അപ്പൊ അദ്ദേഹം പറഞ്ഞു L3, L4, L5, S1 ഡിസ്ക് പ്രൊലാപ്സും നെർവ് കംപ്രഷനും ലിത്തസിസും സ്റ്റിനോസിസും. ഒന്ന് നട്ടല് തെന്നിപ്പോയി, ഡിസ്ക് പ്രൊലാപ്സ് ആയി, സ്റ്റിനോസിസ് ഉണ്ടെന്നു. സ്മിത ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്തില്ല എന്നാണെങ്കിൽ യു വിൽ ബി പാരലൈസ്ഡ്. ദാറ്റ് വാസ് ഓൺ 2017. അപ്പം വളരെ വേദനയോടുകൂടി ഡോക്ടറിന്റെ ക്യാബിന്ന് വെളിയിലേക്ക് വന്ന് ഇരിക്കുന്ന സമയത്ത് ദൂരെ അങ്ങ് മാഗസീനിൽ ഒരു വചനം കണ്ടു. മരുന്നോ ലേപനോ ഔഷധവുമല്ല, ദൈവത്തിന്റെ വചനത്താൽ നീ സൗഖ്യമാകും. ആ വചനം, ഹല്ലേലൂയ സ്തോത്രം, ആ വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ ബിനോച്ചാനോട് പറഞ്ഞു, യേശുപ്പച്ച എന്നെ സൗഖ്യമാകും. എന്നെ അഡ്മിറ്റ് ചെയ്തു, സ്റ്റീറോയിഡ്സും കാര്യങ്ങളും ഒക്കെ തന്നു. പക്ഷെ എന്റെ വേദനയ്ക്ക് യാതൊരു കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഹസ്ബൻഡിന്റെ ഹെൽപ്പ് കൂടാതെ എനിക്കൊരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി. പിന്നെ അവർ ഭവനത്തിലേക്ക് അയച്ചു. ഭവനത്തിൽ തിരിച്ച് ഞാൻ വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഫുൾ ടൈം ബെഡിലായിപ്പോയി. ഞാൻ കട്ടിലേ കിടന്നുകൊണ്ടാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, കട്ടിലേ കിടന്നോണ്ടാ പല്ല് തേച്ചുകൊണ്ടിരുന്നത്. ഒരു മുടി ചീവാൻ പോലും എനിക്ക് എഴുന്നേറ്റിരിക്കാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുമ്പം ഇങ്ങനെ കടന്നുപോയ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ദൈവമക്കൾക്ക് അറിയാൻ പറ്റും, നമുക്ക് നെറുകെ കയറാതെ നമ്മൾ പെയ്യെ ചരിഞ്ഞു കിടന്ന് ചാവുക. അപ്പൊ ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. കാരണം ഞാൻ ഈ പ്രോസസ്സിലൂടെ അണ്ടർഗോ ചെയ്യുന്നത് അത് ദൈവനാമ മഹത്വത്തിനാണ്. കാരണം ഇതിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഞാനൊരു ബലം കൊടുക്കുവാനായി എൻ്റെ ദൈവം എന്നെ മോൾഡ് ചെയ്യാണ്. ബിക്കോസ് ആ അവസ്ഥകളിലൂടെ തീച്ചൂളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ ആ തീച്ചൂളിയുടെ അനുഭവം എന്തെന്ന് നമുക്കറിയത്തുള്ളൂ. അപ്പൊ ദൈവം അതിനായാണ് എന്നെ അവസ്ഥയിലൂടെ കടന്നുപോയെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഐ വാസ് വെരി ഹാപ്പി. സത്യം പറഞ്ഞാൽ ഐ വാസ് വെരി ഹാപ്പി. ഞാൻ ഒരിക്കൽ പോലും കർത്താവിനെ കുറ്റം പറയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ആ ടൈമിലെല്ലാം എൻ്റെ ഹസ്ബൻഡ് ജോലി വേണ്ടാന്ന് വെച്ച്, വിനോച്ചം വേണ്ടാന്ന് വെച്ച് ഭവനത്തിലേക്ക് വന്നു. അദ്ദേഹം എങ്ങനെയാ നോക്കിയെന്ന് വെച്ചാൽ എനിക്ക് മറക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞിനെ എങ്ങനെ അമ്മ നോക്കി, ഒരു മുഖച്ചുളുപ്പ് പോലും ഇല്ലാതെ കുഞ്ഞുപോലെ എന്നെ നോക്കി. അദ്ദേഹത്തിന് ജോലിയെല്ലാം വേണ്ട, ഫുൾ ടൈം. എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, എനിക്ക് നല്ല ഭാരമുണ്ട്, എന്നെ പൊക്കിയെടുക്കുന്ന എല്ലാം അദ്ദേഹം തന്നെ ആയിരുന്നു. അങ്ങനെ കട്ടിലേ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വിശുദ്ധ വേദപുസ്തകം വായിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യം തുടങ്ങിയത് കുട്ടികളുടെ ബൈബിൾ, പിക്ചേഴ്സ് ഒക്കെ ഉള്ള കുട്ടികളുടെ ബൈബിളിൽ നിന്നാണ് തുടങ്ങിയത്. അത് ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വായിച്ചു. അതിനുശേഷം അടുത്ത ആഗ്രഹം തോന്നി സമ്പൂർണ്ണ ബൈബിൾ വായിക്കണം എന്നുള്ളത്. അങ്ങനെ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വായിക്കണം തോന്നി. അപ്പൊ കാസ്റ്റിനോട് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫുൾ ടൈം കട്ടിലേലാ, എനിക്ക് വേറെ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ബൈബിള് എടുത്ത് വായിക്കുക. ഇവിടെ വോളിയത്തില് 100 വോളിയത്തില് TV വെക്കും. ഞാൻ ആ വോളിയത്തിലെ വചനം കേട്ട്, ഹാർവസ്റ്റ് TV, അങ്ങനെ പല TVകളിൽ നിന്നുള്ള വചനം കേട്ട് ഞാൻ ബലപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നെ മീറ്റ് ചെയ്യാൻ വരുന്നവരോടെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യേശുപ്പച്ച എന്നെ സൗഖ്യമാക്കും. കാരണം കർത്താവിന്റെ സമയം ഒട്ടും നേരത്തെ അല്ല, ഒട്ടും വൈകിയല്ല, ദ വെരി പെർഫെക്റ്റ് ടൈമിംഗ് ആയിരിക്കും. ആ പെർഫെക്റ്റ് ടൈമിങ്ങിലായിരിക്കും എന്റെ യേശുപ്പച്ച എന്നെ സൗഖ്യമാക്കും. എന്റെ കർത്താവ് പക്ഷെ എന്നെ സൗഖ്യമാക്കാതെ ഇരിക്കത്തില്ല. മീറ്റ് ചെയ്യുന്നവരോട് പറയുന്ന ഐ വിൽ വാക്ക്. എന്റെ മിടുക്കോ എന്റെ കഴിവോ എന്റെ ക്വാളിറ്റിയോ ഒന്നും അല്ല, ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ വിൽ വാക്ക്. പക്ഷെ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ നടക്കാൻ പറ്റത്തില്ല, സാഹചര്യം അങ്ങനെയാണ്. ഒരു വഴി പോലും കാണുന്നില്ല. ഈ പറയുന്ന പോലെ ചെങ്കടലിൽ വഴിയൊരുക്കിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളുപ്പിനെ ഞാൻ വായിക്കും, മീൻസ് രാത്രി തുടങ്ങി ഇങ്ങനെ വെളുപ്പിനെ വരെ ഇങ്ങനെ പിടിച്ച് മുകളിൽ ബുക്ക് പിടിച്ച് ഞാനിങ്ങനെ വായിക്കുന്ന സമയത്ത് ഞാനൊരു ശബ്ദം കേട്ടു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഐ വാസ് റിയലി ഷോക്ഡ്. ബിക്കോസ് ബൈബിളിൽ ഇങ്ങനൊരു വചനം കിടക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ അത് എവിടാന്ന് ദൈവമക്കളെ പോലെ എനിക്ക് അറിയത്തില്ല. എനിക്ക് ബൈബിളിനെ കുറിച്ച് കൂടുതലായി അറിയില്ല. യേശുവിന് എനിക്ക് സ്നേഹമായിരുന്നു, വചനം ആഴമായി എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ദൈവം തമ്മിൽ, കർത്താവെ അങ്ങാണ് എന്നോട് ഇത് സംസാരിച്ചെങ്കിൽ കർത്താവെ ഇത് വചനം എവിടാ കിടക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ യേശുപ്പച്ച എനിക്ക് കാതിൽ പറഞ്ഞു തന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. അങ്ങനെ വളരെ വിറയലോട് കൂടി ഈ ബുക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം എടുത്തപ്പോൾ വചനം ഇപ്രകാരം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ ആദ്യമായി കേൾക്കുവാനായിട്ട് ഇടയായി. ഈ കട്ടിലേ കിടന്നുകൊണ്ടിരുന്ന സമയത്ത് ആദ്യമായി എൻ്റെ കർത്താവ് എനിക്കൊരു പാട്ട് 12 പാട്ടുകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാട്ട് 4 വരി പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെ കോറസോട് കൂടി
ഫസ്റ്റ് എക്സ്പീരിയൻസ് ലൈഫിലെ കോറസോട് കൂടി വരികളും ട്യൂണോടും കൂടി പാടി തന്നു. അന്ന് എഴുതാൻ സാധിക്കത്തില്ലായിരുന്നു, ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ വെളുപ്പിനെ എല്ലാം കർത്താവിനെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ കട്ടിലേ കിടന്ന് ഇത്രയും വർഷങ്ങൾ, അതായത് 2017, 18, 19, 20, 21 ഞാൻ നടക്കാൻ തുടങ്ങിയത്. ഈ കിടന്നത് ഏറ്റവും നന്നായി. അത് കിടന്ന അവസ്ഥ എന്ന് പറയുന്നത് വെറുതെ കിടക്കുകയല്ലായിരുന്നു. 24 hours എനിക്ക് പെയിൻ ആയിരുന്നു. പെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയ വേദനയല്ല, ശക്തമായ വേദന. ഈ കാലയളവില് ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ്സ് എല്ലാം ഞാൻ ചെയ്തു. ഫിസിയോതെറാപ്പി ചെയ്തു, അക്യുപഞ്ചർ ചെയ്തു, അലോപ്പതി ചെയ്തു. ചെയ്യാവുന്ന നമ്മൾ ഈ പറയുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സും ചെയ്ത് ചവിട്ടി തിരുമ്മി ചെയ്തിട്ട് പോലും എന്റെ വേദനയ്ക്ക് യാതൊരു കുറവില്ല. പിന്നെ എന്റെ പോസ്ചർ എന്ന് പറയുന്നത്, നമ്മൾ ഈ കുടമൊക്കെ എടുത്ത് വെക്കത്തില്ലേ, അതേപോലെ ആയിരുന്നു എന്റെ പോസ്ചർ. ഇനി അഥവാ എന്നെ ഇരുത്തിയാൽ തന്നെ ഇങ്ങനെ രണ്ട് സൈഡില് തലാണ വെച്ച്, ബാക്ക് സൈഡ് തലാണ വെച്ച് ഇങ്ങനെ ബൊമ്മ ഇരിക്കുന്ന പോലെ ഞാൻ ഇരുന്നിരുന്നു. ഇനി അത് വാരി കഴിക്കണേ തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കാം. ഈ കഴിക്കുന്ന മുഴുവൻ ദേഹത്ത് വീഴുമായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും എന്റെ കൈ എനിക്ക് പിടിക്കാൻ പറ്റില്ല. എന്റെ മൊബൈൽ ഫോൺ പോലും എനിക്ക് കൈ പിടിക്കാൻ പറ്റില്ല, കാരണം താഴെ പോകുന്നത്. മൊത്തമായി എനിക്ക് ശരീരത്തിന്റെ ബലം പോയി. കട്ടിലേ കിടന്നോണ്ട സമയത്ത്, കിടക്കയിലായിരുന്ന സമയത്ത് എല്ലാരും പറഞ്ഞു, ഇവള് എന്തുമാത്രം പാപം ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു അവസ്ഥയിലേക്ക് വരാം. ഇത് എന്ത് പാപം ചെയ്തിട്ടാ മോനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? കുഞ്ഞു പിള്ളേരാ, അവർക്ക് അന്ന് 7 വയസ്സും 10 വയസ്സും ഉള്ളായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് ഈ അമ്മയല്ലേ? ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ശരിയാകത്തില്ലല്ലോ. എഴുന്നേറ്റ് നടക്കാൻ പറ. അതിങ്ങനെ നീ നോക്കാനുള്ളത് കൊണ്ടാണ്, അതായത് വിനോദം നോക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കട്ടിലയിലായി. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് മനസ്സിൽ ഇത് തോന്നിയില്ല. അപ്പൊ എനിക്ക് സ്റ്റോൺസ് ഇങ്ങനെ എന്റെ ദേഹത്ത് ഇങ്ങനെ എറിയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത്, ഇത് വലിയൊരു സംഭവം, ഇതിന് പിന്നിൽ വലിയൊരു കാര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോൺസ്, ഈ വേദനകളെല്ലാം സഹിക്കേണ്ടി വരുന്നത്, മനുഷ്യന്റെ വാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ ആ കിടക്കയിൽ കിടന്നപ്പോഴെല്ലാം എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കുന്നെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരുന്ന ഒരു വ്യക്തിയാണ്. ഫസ്റ്റ് എന്റെ ബെഡിൽ ഒരാൾ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടി ഞാൻ കരയും. എനിക്ക് അത്രയും വേദനയായിരുന്നു. കാരണം എന്റെ സ്കിന്നിൽ തൊട്ടാൽ എനിക്ക് നീറും, ലിഗ്മെന്റ്സിലൊക്കെ എനിക്ക് ടയർ ആയി പോയായിരുന്നു. ഈ മുടി കിടന്ന് മുടിയെല്ലാം പോയി. ആ ഒരു പുറത്ത് മുഴുവൻ അറിയാം, ബെഡില് ഫുൾ ടൈം ഇങ്ങനെ കിടക്കുമ്പോൾ പുറത്തെല്ലാം എന്ത് അവസ്ഥയിലെ എന്ത് അവസ്ഥ വരുമെന്ന്, ആ അവസ്ഥയിലൂടെ എല്ലാം ഞാൻ കടന്നുപോയി. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ അവസ്ഥയിലെല്ലാം കടന്നുപോയത് ദൈവം ആ മഹത്വത്തിനായിട്ടാണ് വിശ്വസിക്കുന്നത്. ഇന്നും ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നില്ല. എന്റെ യേശുവിനെ അറിയാനും എന്റെ യേശുവിന്റെ സ്നേഹത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ അവസ്ഥയിലൂടെ കടന്നുപോയത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ 2017, 18, 19, 20 ഇത്രയും കൊല്ലങ്ങളും പല ട്രീറ്റ്മെന്റ്സ് ചെയ്തു. പലരും വന്ന് പ്രാർത്ഥിച്ചു. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരെ അന്നാ ഞാൻ മീറ്റ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓർത്തഡോക്സ് ആയിരുന്നു. ഒരു അങ്കിൾമാരും പാസ്റ്റർമാരെ കൊണ്ടുവന്നു. ചിലർ വരുമ്പോൾ ഞാൻ വിശ്വസിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പറയും. നമ്മൾ വിശ്വസിച്ചാലേ ദൈവത്തിന്റെ മഹത്വം കാണത്തുള്ളൂ. അപ്പൊ വിശ്വാസത്താൽ സ്റ്റെപ്സ് എടുത്തു വെക്കാൻ പറയും. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ആ വേദനയോട് കൂടി വിശ്വസിച്ച് ഞാൻ എഴുന്നേൽക്കാനായിട്ട് നീറി എഴുന്നേൽക്കാൻ ചെയ്യും. ഒന്ന് നിൽക്കും, പൊട്ടോ എന്ന് പറഞ്ഞ താഴോട്ട് ഞാൻ ഇരിക്കും. കാരണം എനിക്ക് നിൽക്കാനേ സാധിക്കില്ല, ബിക്കോസ് ഓഫ് ദിസ് പെയിൻ. പക്ഷെ എനിക്ക് പൂർണ്ണമായി സൗഖ്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പൊ 2020 ആയപ്പോ പറഞ്ഞു, ബിനോച്ചാൻ പറഞ്ഞു, ഇത്രയും കൊല്ലങ്ങൾ കാത്തിരുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു സർജറി ചെയ്ത് കഴിഞ്ഞാൽ സൗഖ്യം. അപ്പം ഞാൻ കട്ടിലേക്ക് കിടന്നുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ഒറ്റ കാര്യം ആഗ്രഹിച്ചോളൂ, ഇനി ഞാൻ എഴുന്നേൽക്കുവാണെങ്കിൽ അഡ്വക്കേറ്റ് സ്മിത ഫിലിപ്പോസ് എന്നുള്ള രീതിയിൽ എന്നെ അറിയണ്ട, യേശുവിന്റെ കുഞ്ഞായിട്ട്, യേശുവിന്റെ ലേബിൾ, എന്റെ അപ്പൻ എന്റെ യേശു എന്നുള്ള ലേബിൾ എന്നെ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതേപോലെ തന്നെ ഭവനങ്ങൾ കയറി, അടുത്തുള്ള ഭവനങ്ങൾ കയറി യേശു എന്നും ജീവിക്കുന്ന സാക്ഷിയായി തീർക്കണം. കൂടാതെ രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ വിഷ്. ഈ പറഞ്ഞ മനസ്സില്ലാ മനസ്സോടെ 2000 ആ മഹത്വം യേശുവിന് കൊടുക്കണം എന്നായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം. 2020 ബിനോച്ചാൻ പറഞ്ഞു, ഇനി സർജറി, കോവിഡിന്റെ പീക്ക് ടൈമാണ്, ഏപ്രിലിൽ നിയർ ബൈ ഹോസ്പിറ്റലിൽ സർജറി ചെയ്യാന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടു കൂടിയാണ്, കാരണം നമ്മൾ ഒപ്പിടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതും. നമ്മൾ ബ്ലൈൻഡ് ആയി പോകും, ചിലപ്പം ആള് തന്നെ പോകാം, സ്പൈനിന്റെ സർജറി ആണല്ലോ, കോമയിലാകാം. അങ്ങനെയുള്ള എല്ലാം ഒപ്പിട്ട് കൊടുത്തു. കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവെ എന്റെ കണ്ണിന്റെ കാഴ്ച പോകരുത്, വിശുദ്ധ വേദപുസ്തകം വായിക്കാനായിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി ഒരു കാരണവശാലും പോലെ അപ്പ. ഇതായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. ലാസ്റ്റ് ടേബിളിൽ, സർജറി ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, യഹോവയുടെ വലങ്കായി ഉയർന്നിക്കുന്നു, യഹോവയുടെ വലങ്കായി വീര്യം പ്രവർത്തിക്കുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ സർജറി കഴിഞ്ഞു. സർജറി എന്ന് പറയുന്നത് ആകെ കൂടെ ഡിസെക്ടോമി മാത്രമേ ചെയ്തുള്ളൂ. L4, L5 ഡിസ്ക് തള്ളിയിരുന്ന് ജസ്റ്റ് കട്ട് ചെയ്തു. മിഡ് റിബില് വീണ്ടും ഉണ്ട്, നട്ടല് ഡ്രില്ല് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ അവർക്ക് അത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ കോമ സ്റ്റേജിലായപ്പോൾ അവർ ചെറിയൊരു സർജറി പോലെ ചെയ്തുള്ളൂ. അതുവരെ എനിക്ക് വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ശക്തമായ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സർജറിക്ക് ശേഷം ഈ കംപ്ലീറ്റ് സൈഡിൽ ഇടത്തെ സൈഡ് കംപ്ലീറ്റ് എന്റെ തരിച്ചുപോയി. ഭയക്കും നമ്മളുടെ കാലിന്റെ അടിവശം വരെ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ തരിക്കുമ്പോൾ നമുക്ക് ഭയം വരും. കാരണം കാലില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ബിക്കോസ് അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ പോകുന്നില്ല. അപ്പൊ ഈ കംപ്ലീറ്റ് സൈഡും അരച്ചുപോയി. സർജറി കഴിഞ്ഞ് 3rd ഡേ എന്നെ ഡിസ്ചാർജ് ചെയ്തു. കാരണം അന്ന് കോവിഡിന്റെ സമയമായതുകൊണ്ട് അധികം ദിവസം ഹോസ്പിറ്റലിൽ വിടത്തില്ല. ഇങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്ത് വിറ്റു. പിന്നെ വയറ് വീർക്കാനായിട്ട് തുടങ്ങി. ഗ്യാസ് പോകുന്നില്ല, ഏത് രീതിയിലും ഗ്യാസ് പോകുന്നില്ല. BP ലോ ഡൗൺ ആവാൻ തുടങ്ങി. ഹൈപ്പർ അസിഡിറ്റി ആയി. ഓൺ ബെഡ് പാൽപിലേഷൻ, ഹാർട്ട് ബീറ്റ് ഭയങ്കര റേസ് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ സർജറി കാല് തനിച്ച്, ദാറ്റ് മീൻസ് എന്റെ വലത്തെ കാല് തനിച്ച് ഇങ്ങനെ 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 ആടിക്കൊണ്ടേയിരിക്കും. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബിനോച്ചാൻ ഇങ്ങനെ തലാണയൊക്കെ വെച്ച് ഇങ്ങനെ കൊടുത്തിട്ടാ ഞാൻ കിടന്നത്. പക്ഷെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്, എന്റെ കൈയെല്ലാം ഇങ്ങനെ അരയ്ക്കും. നമ്മുടെ കാല് മരയ്ക്കുന്ന പോലെ കൈ മുഴുവൻ മുള്ളു കുത്തുന്ന പോലെ അരയ്ക്കും. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാ. അതുവരെ ഞാൻ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സർജറിക്ക് ശേഷം ഭയപ്പെടുന്ന അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. കാരണം അന്ന് നമുക്ക് നേരിട്ട് എപ്പോഴും പോകാൻ സാധിക്കത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ കോവിഡിന്റെ സമയമാണ്. ആരും സഹായിപ്പാനില്ലായിരുന്നു. എന്റെ പേരൻസ് പോലും എൻ്റെ അടുത്തില്ലായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഇല്ലായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് നിർത്തിയത്. ആ ടൈം ഭയങ്കര ഒരു വിഷമമുള്ള ഒരു സമയമായിരുന്നു. കൊണ്ടിട്ടു. ഇതേപോലെ ഫോൺ വിളിച്ച് പറഞ്ഞു, സ്മിതയ്ക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഡോക്ടറെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ കാർഡിയോളജിസ്റ്റിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കാർഡിയോളജിസ്റ്റിനെ വിളിച്ചപ്പോൾ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു, ന്യൂറോ സർജൻ ചെയ്ത എന്തൊരു തെറ്റാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തിട്ട് എന്നെ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തില്ല. അപ്പം ഒന്ന് ആലോചിച്ചു എന്റെ അവസ്ഥ. ഹാർട്ട് ബീറ്റ് ഓൺ ബെഡ് 140 എബോവ് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റില്ല. വെള്ളം കുടിച്ച ഈ ഹാർട്ട് ഓടുന്നവരെ പോലും ഇടിക്കുമായിരുന്നു. ഒരു അറ്റാക്ക് വരാനായിട്ട് വേറെ ഒന്നും വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് പോകുന്നില്ല. അതേപോലെ തന്നെ ഞാൻ വർഷങ്ങളായിട്ട് മൂത്ത മോളുണ്ടായതിന് 1 ഇയർ കഴിഞ്ഞപ്പോൾ തൈറോയിഡിന്റെ ടാബ്ലറ്റാണ് കഴിച്ചുകൊണ്ടിരുന്നത്. തൈറോയിഡിനം കഴിച്ചുകൊണ്ടിരുന്ന 125 mcg ആണ്. അതുപോലെ എനിക്ക് എടുക്കാൻ പറ്റാതായി. ഡോക്ടർ ഗ്യാസിന്റെ ഒരു ചെറിയ ഒരു മെഡിസിൻ, പാൻഡോസിഡ്, എല്ലാവർക്കും അറിയാം. പാൻഡോസിഡിന്റെ ടാബ്ലറ്റ്, പാൻഡോസിഡ് 40 mg പോലും എനിക്ക് എടുക്കാൻ പറ്റാതെ, ഒരു ടാബ്ലറ്റ്സും എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, എല്ലാം എനിക്ക് അലർജി ആയി തുടങ്ങി ആഫ്റ്റർ സർജറി. അപ്പൊ വളരെ വിഷമത്തോടു കൂടി തന്നെ ഈ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റുന്ന, ഡോക്ടേഴ്സ് എന്നെ ഡയഗ്നോസ് ചെയ്ത് എന്നിട്ട് വേറൊരു ഹോസ്പിറ്റൽ, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റൽ, അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് അവരുടെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള രീതി അഡ്മിറ്റ് ചെയ്തു. അവരൊരു ഇഞ്ചക്ഷൻ എനിക്ക് ഈ ഹാൻഡ് തന്ന ഇഞ്ചക്ഷന്റെ പേരെന്ന് ചോദിച്ചാൽ ട്രെമഡോളും പാൻഡോസിഡും എമിസിറ്റ് തന്നെന്നാ പറയുന്നത്. പക്ഷെ ഇത് തന്നതും ഇവിടെ ഒരു ചെറിയ ഇച്ചിങ് ഉണ്ടായി. പിന്നീടുണ്ടായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ പേടിയാ. കാരണം ഈ മൂവിന്റെ ബാം തേക്കില്ലേ, അത് ഇന്റേണലി, ചുട്ടുപൊള്ളുന്ന അവസ്ഥ ഇന്റേണലി, തണുത്ത് മരവിക്കുന്ന അവസ്ഥ ഇന്റേണലി, ഈ 3 അവസ്ഥയും കൂടെ ഇന്റേണലി എന്നെ, അപ്പത്തേനും നമ്മളുടെ ബോഡി മുഴുവൻ ഫ്രോസൺ ആയി പോകും. അപ്പത്തേനും നമ്മൾ ശ്വസിക്കുന്ന അവസ്ഥ. അപ്പൊ ഞാൻ മരിക്കാൻ പോവാണ് എന്റെ ദൈവം. കാരണം എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ യേശു എന്നും ജീവിക്കുന്നു എന്ന് സാക്ഷിയായി തീരുവാനായിട്ടായിരുന്നു എന്റെ ഏറ്റവും ആഗ്രഹം. അല്ലെ ലിയാസ്? ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവെ ഈ കിടക്കയിൽ കിടന്ന് ഞാൻ പോകല്ലേ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഓടി വന്ന് ഹൈഡ്രോകോട്ടും അവിലും ഒക്കെ ഇഞ്ചക്ട് ചെയ്തെങ്കിൽ പോലും ഈ അവസ്ഥയ്ക്ക് എനിക്ക് മാറ്റമില്ല. ഇവര് എന്നാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവരുടെ റിപ്പോർട്ട്സിൽ, ആസ് ഐ സെഡ് ഏർലിയർ, എന്റെ ഹാർട്ട് ബീറ്റ് വെരി ഹൈ ആണ്. ഒരു ഹോൾട്ടർ ഫിറ്റ് ചെയ്തു. ഹോൾട്ടറും എനിക്ക് അലർജി. ഹോൾട്ടർ എങ്ങനെ അലർജിയാണ്? ഹോൾട്ടർ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക് ഒബ്ജക്ട് നമുക്ക് ഇവിടെ വെക്കുന്ന ഒരു 24 hours വെച്ച് എനിക്കൊരു 4 മണിക്കൂർ തികച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും ഫുൾ അലർജി ആയിപ്പോയി. ഹാർട്ട് ബീറ്റ് ഇരട്ടി കൂടാൻ തുടങ്ങി. ശ്വാസമുട്ടൽ തോന്നും. ആ ഒരു അവസ്ഥയിലേക്ക് പോയി. ഇവര് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവരുടെ റെക്കോർഡ്സിലെല്ലാം ഇവര് എന്താ പറയാ, എന്റെ ഓക്സിമീറ്ററിലുള്ള എന്റെ പൾസ് എന്ന് പറയുന്നത് അവർ നോർമൽ ചെയ്തു. ഞാൻ ഇത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ വന്നപ്പോൾ അവർ റീഡ് ചെയ്യുമല്ലോ, നഴ്സസ് റീഡ് ചെയ്യുമല്ലോ എന്താണ് സ്മിതയുടെ ഇപ്പോഴത്തെ പൾസും കാര്യം. അപ്പൊ 60 എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് കിടക്കെ കിടന്ന് നോക്കി, എന്റെ ഹാർട്ട് ബീറ്റ് ഇതല്ലോ, 200 എബോവ് ആണല്ലോ വന്നത്. അപ്പം അതുപോലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് വരെ അവരുടെ കാര്യങ്ങൾ സേഫ് ഗാർഡ് ചെയ്തു വെച്ചു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡോക്ടറിന്റെ പരിചയപ്പുറത്ത് അങ്ങോട്ട് പോയത്. അപ്പൊ അദ്ദേഹം റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ന പോലെ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, സ്മിത ഇത് ഇവിടെ നടക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ മരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഭവനത്തിൽ കിടന്ന് മരിച്ചോളാം, ഇവിടെ കിടന്ന് മരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ അവിടുന്ന് ഇമ്മീഡിയറ്റ്ലി ഡിസ്ചാർജ് ചെയ്തു. ആ ഡിസ്ചാർജ് ചെയ്ത് വീൽ ചെയറിൽ കൊണ്ടുപോകുമ്പോൾ അനുഭവിച്ചവർക്കറിയാം,
ഓരോ എയറിനും ഓരോ ഓരോ സ്മെല്ല്. അപ്പൊ ഈ വീൽ ചെയറിൽ എന്നെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ എയറിന്റെ സ്മെല്ലും ഈ റൂമിന്റെ അപ്പുറത്തെ എയറിന്റെ സ്മെല്ലും വ്യത്യാസം. അപ്പൊ ചില എയർ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടൽ വരും. ഞാൻ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത്, കാരണം ഈ എയറിന്റെയും ആ എയറിന്റെയും ആ ഒരു വായുവിന്റെ വ്യത്യാസം ഭയങ്കര. അങ്ങനെ കാലും കൈയിട്ട് അടിച്ച് കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവിട്ടു. വീട്ടിൽ എന്നെ മരിക്കാൻ കൊണ്ടിട്ടതാ ജൂണില്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എന്റെ മക്കളും എന്റെ വിനോശാനും ചുറ്റും ഇരുന്ന് വാവിട്ട് കരയോ, എന്റെ കർത്താവേ, അങ്ങല്ലാതെ മറ്റാരും സഹായിപ്പാനില്ല. ഹല്ലേലൂയ സ്തോത്രം. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മരുന്നുകളൊന്നും വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരുന്ന തൈറോയിഡിന്റെ ടാബ്ലറ്റ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പപ്പായും മമ്മി ഭവനത്തിലേക്ക് വന്നു. അന്ന് ലെറ്റർ ഒക്കെ കൊടുത്തിട്ടേ നമുക്ക് ഭവനത്തിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ആകെ കൂടെ അന്ന് ആശ്വാസം എന്ന് പറയുന്നത്, പപ്പയൊക്കെ വെളുപ്പിന് ഇറങ്ങി വരും, അപ്സ്റ്റെയറിന്ന് ഇറങ്ങി വന്നു പപ്പ പാട്ട് പാടുവോന്ന് ചോദിക്കും. യേശുപ്പച്ചായുടെ പാട്ട് പാടുവോന്ന് പറയും. യേശുപ്പച്ചായുടെ പാട്ട് പാടുമ്പോൾ ഞാൻ പതിയെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉറങ്ങും. ഈ കുഞ്ഞു പിള്ളേർ വാവോ ചെല്ലുന്ന സമയത്ത് അമ്മമാര് വാവോ ചെല്ലുന്ന പറയുന്ന പോലെ യേശുപ്പച്ചായുടെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പതിയെ ഒരു 5-10 മിനിറ്റ് ഉറങ്ങും. അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എഴുന്നേക്കും. ഞാൻ പിന്നെ പറയും, യേശുപ്പച്ചന്റെ വചനം, പപ്പ എന്തെങ്കിലുമൊക്കെ വചനം പറ, വചനം പറ. അപ്പൊ ഞാൻ ചോദിക്കും, പപ്പയ്ക്ക് എന്ത് വചനം? പപ്പയ്ക്ക് അറിയാവുന്ന വചനമൊക്കെ പറ. ആ വചനമാണ് ഈ മരുന്നിന് പകരമായിട്ട് എനിക്ക് ആശ്വാസം തന്നത്. അങ്ങനെ പെതിയെ ഹല്ലേലൂയ എന്നെ ബിനോച്ചന്റെ വീട് എന്ന് പറയുന്ന കോട്ടയത്താ. കാരണം നമ്മൾ എറണാകുളത്ത് റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ കോട്ടയത്തിലേക്ക് ഷിഫ്റ്റ് ആയി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ഭവനത്തിൽ വെച്ചാണ് ആദ്യം കാണുന്നത്. ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനും എന്റെ ബിനോച്ചാനും എന്റെ കുഞ്ഞുങ്ങളും ഒരു ഷിപ്പിൽ ഇങ്ങനെ യാത്ര പോകുന്നു. ആ ഷിപ്പ് വളരെ സ്പീഡിലാണ് പോകുന്നത്. സ്പീഡിൽ പോയിട്ട് ആ ഷിപ്പ് ഇപ്പൊ തകർന്ന് കടലിൽ മുങ്ങിപ്പോവും. നേരെ ചെന്ന് ഇടിക്കുന്ന ഒരു ഐലൻഡിലാണ്. ആ ഐലൻഡിൽ ഞാൻ കാണുന്നത് വെള്ളവസ്ത്രം ധരിച്ച് എന്റെ കർത്താപ്പച്ചനെ ഹല്ലേലൂയ സ്തോത്രം മഹത്വം പറഞ്ഞ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ദ വെരി നെക്സ്റ്റ് ഡേ ബിനോച്ചൻ എന്നെ ഇങ്ങനെ എടുത്തു പൊക്കി ഡൈനിങ് റൂമിൽ കൊണ്ടിരുത്തി. അപ്പോഴാണ് നമ്മള് പവർ വിഷനിലെ വീട്ടിലെ സഭായോഗം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഞാൻ കാണുന്നത് പവർ വിഷനിലെ പാടുന്ന മക്കളെ. അപ്പൊ ഞാൻ കണ്ട വിഷൻ ഞാൻ ആ പവർ വിഷൻ ചാനലിനകത്ത് വീട്ടിലെ സഭായോഗത്തിൽ ഞാൻ കണ്ടു. അപ്പൊ അടിയിലൂടെ ഇങ്ങനെ പ്രേസലിന്റെ നമ്പർ എഴുതി വരുമല്ലോ. അപ്പൊ ആ പ്രേസലിന്റെ നമ്പറിലേക്ക് ഞാൻ വിളിക്കുവാനിടയെ എന്തോ ദൈവഭാഗ്യം, ദൈവം കരുതിയത് കൊണ്ട് ഉടനെ തന്നെ രാജു പൂവക്കാല പാസ്റ്ററിന്റെ നമ്പർ എനിക്ക് തന്നു. അദ്ദേഹത്തിനോട് ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഉടനെ KC സാമുവൽ പാസ്റ്ററിന്റെ ഭവനത്തിലേക്ക് അയച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം തിരികെ പോയി. അങ്ങനെ ഈ വിശ്വാസത്തോടു കൂടി തന്നെ എന്റെ കർത്താവിന് ഈ പറഞ്ഞ നേരത്തെ അതേ അവസ്ഥകൾ, ഞാൻ ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാൻ പറ്റാതായി. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നെന്ന് പറയുന്നത് മഞ്ഞപ്പൊടി, അതായത് എരിവും പുളി, തേങ്ങ, എണ്ണ, പാല്, തൈര്, നോൺ വെജസ്, ഇതൊന്നും എനിക്ക് ലൈഫിൽ ഉണ്ടായില്ല. ഇതെല്ലാം കഴിച്ച് എനിക്ക് അലർജിയോ വരുന്നു. അപ്പൊ വെറുതെ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് മാത്രം പുഴുങ്ങിയ ഓട്സും ഇങ്ങനെ ഉണക്കി വെച്ച പോലത്തെ ചപ്പാത്തി, ഇത് മാത്രമായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ ഇരിക്കുമ്പം ഇതേ സിംറ്റംസ് തന്നെ പെർസിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. ഇതിനൊരു ക്യൂറോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും ഞാൻ വചനത്തിൽ ബലപ്പെട്ട് എന്റെ യേശുപ്പച്ച എന്നെ സൗഖ്യമാക്കും, ഞാൻ മരിക്കത്തില്ല, എന്റെ യേശുപ്പച്ച എന്നെ സൗഖ്യമാക്കും, ഞാൻ എന്റെ ദൈവത്തിന്റെ സാക്ഷിയായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശ്വാസത്തോടു കൂടി തന്നെ ഇരുന്നു. അപ്പൊ ഞാൻ ബിനോച്ചനോട് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട് ബിനോച്ച. അങ്ങനെ പെർട്ടിക്കുലർ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല സത്യത്തിൽ. എനിക്ക് പവർ വിഷനിൽ പോയി എല്ലാ അഭിഷക്തന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബിനോച്ചൻ എന്നെ പൊക്കി എടുത്തോണ്ട് എനിക്ക് വിഷമം തോന്നും. കാരണം എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. ഈ പുറത്ത് ഈ ലോഡ് ചുമക്കുന്ന പോലെ ലോഡിങ്കാര് ലോഡ് കുലുക്കുന്ന പോലെ എന്നെ ചുമന്നുകൊണ്ട് ബിനോച്ചാൻ പവർ വിഷനിലേക്ക് പോയി. അവിടെ നിന്ന് KC ജോൺ പാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്മിത ഒരു സാക്ഷ്യമായി തീർന്നു, എറണാകുളത്ത് സാക്ഷ്യം പറയുന്നത്. ഞാൻ ആലോചിക്കുക, അതൊന്നും കാണാതെ തന്നെ ദേ ഡിക്ലയർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ ഹീലാവും എന്നുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ആ വീഡിയോ ഇന്നും എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞാൻ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴത്തെ നേരത്തെ പറഞ്ഞാൽ കോട്ടയത്ത് പോയി. അങ്ങനെ ഞാൻ ബിനോച്ചന്റെ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിലെ സഭായോഗത്തിന്റെ 36ാമത്തെ ആഴ്ച വീട്ടിലെ സഭായോഗം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ആദ്യമായി ഞാൻ അനേകം വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായി പിടിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. അങ്ങ് വിറയലോട് കൂടി ഹല്ലേലൂയ സ്തോത്രം സങ്കീർത്തനം നിന്നുകൊണ്ട് വിത്തൗട്ട് ഹെൽപ്പ് എനിക്ക് വായിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഹല്ലേലൂയ സ്തോത്രം. കോട്ടയത്ത് നിന്ന സമയത്ത് സ്മിത ഫിലിപ്പോസ് അഡ്വക്കേറ്റ് ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ബിനോച്ചൻ പറയുന്നത് നൈബർ പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പച്ചനും അമ്മച്ചിയോടും പറഞ്ഞു, എന്തിനാ ഇനി ബോർഡ് എടുത്ത് മാറ്റിയേക്ക്, ഇനി ആ കൊച്ചു ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഇത് പറഞ്ഞു. ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞു. അത്രേ ചെയ്തുള്ളൂ. ഞാൻ വായും കൊണ്ട് ഒന്ന് പറയുകയോ ഒന്നും തന്നെ ചെയ്തില്ല.
ഇന്ന് പക്ഷെ എന്റെ സ്വർഗത്തിലെ ദൈവം ആ ബോർഡ് എടുത്ത് മാറ്റാനായിട്ട് ഇതാക്കുന്നത്. എന്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ യേശുവിന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ രക്തത്താൽ എനിക്ക് സൗഖ്യം എന്റെ യേശുപ്പച്ച തന്നു. അങ്ങനെ പെയ്യെ പെയ്യെ എന്റെ ലൈഫിൽ ഓരോ അനുഭവങ്ങൾ. പിന്നെ കൂടാതെ വേറൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഈ കട്ടിലേ കിടന്ന സമയത്ത് ഇരിക്കുന്ന ഇരിപ്പിൽ എന്റെ വലത്തെ കാല് കൂടിപ്പോവും. ഇത് ഇങ്ങനെ ആയിപ്പോവും. അതായത് ഇങ്ങനെ ഇരിക്കുന്ന കാല് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തിരിപ്പോവും. ഇതിന് ഡോക്ടേഴ്സ് ഒന്നും ഇതിന് എന്താന്ന് പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈവൻ രാവിലെ കിടക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഇങ്ങനെ ആയിപ്പോവും. അത് ശക്തമായ വേദന എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിപ്പോ ഇങ്ങനെ ഞരമ്പ് പൊട്ടി ഈ ഞരമ്പ് ഒരു വലിഞ്ഞു മുറുകുക. അപ്പൊ ബിനോച്ചാൻ ഇങ്ങനെ പിടിക്കാനേ സാധിക്കത്തുള്ളൂ. പിടിച്ച് തിരിച്ചിടാനോ ഒന്നും സാധിക്കില്ല. ഞാൻ വിളിച്ചു പോകും, എന്റെ യേശുവേ അവിടുന്ന് എന്നെ സഹായിക്കണേ. കാരണം അത് അലട്ടുമായിരുന്നു എന്നെ. കാരണം സ്വസ്ഥതയില്ലായിരുന്നു, ഉറക്കമില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മരണ നിഴൽ താഴ്വരയിലൂടെ കടന്നുപോയത്. ഒരു ദിവസം കോട്ടയത്ത് ഇരുന്ന സമയത്ത് മൊത്തം ബോഡി തരിച്ചുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നിട്ട് ഞാൻ അപ്പച്ചനെയും അമ്മച്ചിയും, ബിനോച്ചന്റെ അപ്പനെയും അപ്പച്ചനെയും അമ്മച്ചിയും ബിനോച്ചനെയും കുഞ്ഞുങ്ങളെല്ലാം അടുത്തിരുത്തി ഞാൻ പോവുക. കാരണം അതിനു മുമ്പ് ഞാൻ എല്ലാരെയും ഇങ്ങനെ നോക്കി ആ ഒരു അവസ്ഥ വരെ എന്റെ ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഐ വാസ് പ്രിപ്പയർഡ് ടു ഗോ. കട്ടിലേ കിടന്നപ്പോ അടുത്തൊരു ആഗ്രഹം എന്ന് പറയുന്നത് നിത്യത ഒരിക്കലും നഷ്ടമാകരുത് എന്നുള്ളതായിരുന്നു. കാരണം യേശുവിന്റെ വിരവിൽ എനിക്കും പോകണം. കാരണം ആ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. കാരണം വിശുദ്ധി കൂടാതെ ആർക്കും ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കും. നമ്മൾ ഹ്യൂമൻസ്, നമുക്ക് തെറ്റ് പറ്റും, അറിയാതെ ചിലപ്പോൾ ചിന്തയിലോ നോട്ടത്തിലോ വായിലോ. ആരും പെർഫെക്റ്റ് അല്ല, ബട്ട് നമുക്ക് ശ്രമിക്കാമല്ലോ. പക്ഷെ ആ ശ്രമത്തിലൂടെ തന്നെയാണ് ഞാൻ ആ കാലയളവിലെല്ലാം പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് രണ്ട് കാര്യം കൂടെ പറയാം. ഞാൻ യേശുവിനെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. അതായത് കണ്ടത് എന്ന് പറയുന്നത് ഈ എറണാകുളം വീട്ടിൽ ഈ ബെഡില് ആഫ്റ്റർ സർജറി കിടന്ന സമയത്ത് ഈ ഡോറിന്റെ അടുത്ത് പഞ്ഞി പോലത്തെ മുടി പോലെ വളരെ ശോഭയേറിയ ഫേസ്, പക്ഷെ ഒരു സ്റ്റോൺ ഇവിടെ ഉണ്ട്, റെഡ് കളർ സ്റ്റോൺ. അപ്പൊ ഞാൻ കട്ടിലേക്ക് കിടന്ന സമയത്ത് ഇത് ഈ ഇങ്ങനെ ഞാൻ കാണുമ്പം ആ അടുത്തോട്ട് വരുംതോറും എനിക്ക് ശ്വാസം മുട്ടുന്നു. എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ ശക്തി. ഇങ്ങനെ ഒരു കാന്ത ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ അടുപ്പിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു, വരല്ലേ വരല്ലേ, ഇങ്ങനെ ആയി പോവാ. ശ്വാസം മുട്ടിയിട്ട് എനിക്ക് അടുത്ത് വരുംതോറും എനിക്ക് ആ ശക്തിയെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അടുത്തതായി ദൈവം തമ്പുരാനെ ഞാൻ കാണുന്ന കോട്ടയത്തെ വീട്ടിൽ വെച്ച് കട്ടിലയില് ഞാന് ഞാൻ കിടക്കുക, ആരുമില്ല അടുത്ത്. ഞാൻ കിടക്കുന്ന സമയത്ത് ഇതേപോലെ അവിടെ ആ പെർട്ടിക്കുലർ പോർഷനിൽ നിന്ന് ഇതേ സെയിം ഫേസ്, പഞ്ഞിക്കുട്ടി പോലത്തെ മുഖം, പഞ്ഞിക്കുട്ടി പോലത്തെ മുടിയായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ റെഡ് കളർ സ്റ്റോൺ ഇങ്ങനെ അടുത്തിങ്ങനെ നിന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കാന്തത്തിന്റെ ശക്തി വല്ലാത്തൊരു പവറാണ്. എനിക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരല്ലേ വരല്ലേ. പക്ഷെ ഇന്ന് ഞാൻ കൊതിക്കുന്നു വന്നിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ കിടക്കയിലായിരുന്നു. അപ്പൊ എനിക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്റെ അപ്പനെ ഞാൻ 2 തവണ ഈ ഈ കണ്ണാലെ ഉൾക്കണ്ണാലെ എനിക്ക് എന്റെ കർത്താവിനെ കാണുവാനായിട്ട് എന്റെ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതേപോലെ കട്ടിലേ കിടന്നുകൊണ്ടേ സമയത്ത് എന്റെ കാലില് ഒരു ഉറുമ്പ് കടിച്ചിട്ട് എനിക്ക് ചൊറിയാൻ പോലും പറ്റത്തില്ലായിരുന്നു. കാരണം ഉറുമ്പ് ഞെറുക്കി കടിക്കുക. അപ്പൊ ബിനോച്ചാൻ ഇല്ല, ബിനോച്ചാൻ അപ്പുറത്തേക്ക് പോയി. അപ്പം സർജറി കഴിഞ്ഞ് ഇങ്ങനെ കിടക്കും. അപ്പൊ ഈ ബിനോച്ചാൻ വരുന്നത് വരെ എനിക്ക് സ്വന്തമായി കാല് മടക്കാൻ പോലും പറ്റത്തില്ല. മുട്ട് മടക്കി ഒന്ന് കൈ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പോലും എനിക്ക് സാധിക്കത്തില്ല. ആ അനുഭവത്തിലൂടെ കർത്താവ് എന്നെ നടത്തിക്കൊണ്ടുപോയി. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോസസ്സിലൂടെ കടന്നുപോയത് നന്നായി. കാരണം നമ്മൾ നമ്മുടെ ബിസി വേൾഡിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഭൂമിയുടെ ബ്യൂട്ടി, അത് ഞാൻ ഈ ഓരോ ട്രീസും ഓരോ ലീവ്സിന്റെ ഭംഗി, ദൈവം സൃഷ്ടിച്ച ഓരോ ബേർഡ്സിന്റെ ഭംഗി ഞാൻ ഈ കട്ടിലെ കിടന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്ത് മനോഹരമായിട്ടാണ് ദൈവം ഓരോന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാതിന് വേണ്ടുന്ന ആവശ്യങ്ങൾ ദൈവം അറിയുന്നെങ്കിൽ നമ്മുടെ ആവശ്യത്തെ എത്ര അധികമായിട്ട് എന്റെ ദൈവം അറിയും. അല്ലെങ്കിൽ ആ സ്തോത്രം. ഈ അപ്പുറത്തെ വീട്ടിലെ മാവ് ഇങ്ങനെ പൂത്ത് ഒരു ഇല പൊഴിഞ്ഞ് പുതിയ ഇലകൾ വരുമ്പോൾ ഞാൻ കർത്താപ്പച്ചനോട് ചോദിക്കുക, യേശുപ്പച്ച എന്നാണ് എന്റെ ലൈഫിലും ഇതുപോലെ പുതിയ ഇലകൾ തളിർക്കുന്നത്? അതേപോലെ അപ്പുറത്തെ അമ്മച്ചി 10-72 വയസ്സ്, അമ്മച്ചി കുനിഞ്ഞു പണി നെയ്യുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയായിട്ടുണ്ട്. അമ്മച്ചിക്കായി ഞാൻ സ്തോത്രം പറയും, ആ കാലുകൾക്കായി സ്തോത്രം. എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഓരോ ആൾക്കാരും നടന്നു പോകുമ്പോൾ എന്റെ ദൈവമേ അഹങ്കരിക്കാൻ ഒന്നുമില്ല. കാരണം ഈ കാലുകളുടെ വാല്യൂ എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ ആ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ യേശുവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി ഞാൻ എന്റെ കർത്താവിനെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ബിക്കോസ് ഐ നോ ദ വാല്യൂ. കാരണം ഈ ഫിംഗേഴ്സിന്റെ വരെ വാല്യൂ, ഈ ചെവി കാര്യങ്ങളെല്ലാം. അതേപോലെ സർജറി കഴിഞ്ഞപ്പോൾ എനിക്ക് ശബ്ദം ഭയങ്കര പ്രശ്നമായിരുന്നു മാസ്റ്ററെ. എനിക്ക്
എന്റെ മക്കള് സംസാരിക്കുന്ന ശബ്ദം പോലും എനിക്ക് ബുദ്ധിമുട്ടായി. കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരാളെ നോക്കിക്കൊണ്ട് സംസാരിച്ച് ഞാൻ തലയിറങ്ങി താഴെ പോവായിരുന്നു. ഈ 2 കാര്യങ്ങളും മാറ്റപ്പെട്ടത് ഞാന് പ്രിൻസ് പാസ്റ്ററിന്റെ സഭയില് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. ഈ വയ്യാതെ തന്നെ പോയ സമയത്ത് കറക്റ്റ് സ്പീക്കറിന്റെ നടുവിലാണ് എന്നെ കൊണ്ടിരുത്തിയത്. അന്ന് യേശു എന്നെ സൗഖ്യമാക്കി. ഡോക്ടറിന്റെ അടുത്ത് കൊണ്ട് കാണിച്ചു. അവർക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അന്ന് എന്റെ കർത്താവ് എനിക്ക് കേൾക്കാനുള്ള ആ പ്രശ്നവും ആൾക്കാരെ നോക്കുമ്പോൾ തലകറങ്ങുന്ന ആ ബുദ്ധിമുട്ടും എന്റെ സ്വർഗത്തിലെ ദൈവം മാറ്റി തന്നു. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിന്റെ ടാബ്ലറ്റ് ഒന്നും ഞാൻ കഴിക്കത്തില്ല പറഞ്ഞു. വലിയ അത്ഭുതം എന്ന 125 mcg ടാബ്ലറ്റ് ഒരിക്കലും 50 mcg ആയി കുറയ്ക്കാൻ പറ്റില്ല. 10-15 വർഷം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. ആ അപ്പച്ചൻ ഇന്ന് ഞാൻ കഴിക്കുന്നത് ദാറ്റ് ഈസ് ഫ്രം 2021 ഓൺവേർഡ്സ് ഞാൻ കഴിക്കുന്നത് 50 mcg നോർമൽ ആണ്. ഒരു പ്രശ്നവുമില്ല. എന്റെ കർത്താവ് അവിടെ ഞാൻ ചോദിക്കാതെ എനിക്കൊരു സൗഖ്യം തന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നേരത്തെ പറഞ്ഞ പോലെ എന്റെ നട്ടെല്ല് വളഞ്ഞതായിരുന്നു. ആഫ്റ്റർ സർജറി ഫിസിയോതെറാപ്പിസ്റ്റ് വരുമായിരുന്നു ഒന്ന് നേരെയാക്കാൻ വേണ്ടി. ഫിസിയോ ഒക്കെ ചെയ്തു. എപ്പോഴും പിക്സ് എടുത്തിട്ട് പോകും. എന്റെ നട്ടെല്ല് എപ്പോഴും തന്നെ വളഞ്ഞു. അവരും വിട്ടുപോയി. ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ അവരെന്നെ വിട്ടിട്ട്, ബിക്കോസ് എനിക്ക് ഹാർട്ട് ബീറ്റും കൂടുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാനായി സാധിക്കുന്നില്ല. ഞാൻ പോലും അറിയാതെ എല്ലാ ദിവസവും വിനോചൻ ഇങ്ങനെ തൊട്ടു നോക്കി. ഈ നട്ടിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്, സ്ട്രെയിറ്റ് ആകാൻ വേണ്ടി നോക്കും. ഞാൻ പോലും അറിയാതെ ഒരു ദിവസം തനിച്ച് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ നേരെയാക്കി. എല്ലാരും വിട്ടപ്പോ, ആരും സഹായിപ്പാനില്ലാത്ത സമയത്ത് എന്റെ യേശുവിന്റെ കരങ്ങൾ എന്റെ മേൽ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ യേശുപ്പച്ചായെ ഇച്ചിരിയേ സ്നേഹിച്ചുള്ളൂ. പക്ഷെ ആ യേശുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ കൂട്ടുകാരിൽ പരം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവമാണ്. അപ്പം എന്നെ പറഞ്ഞവർ, ഞാൻ പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അവരുടെ എല്ലാം മുന്നിൽ മേശ ഒരുക്കുന്ന ദൈവമാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാനുള്ള, ഒന്നിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. എല്ലാവരും അതാതിന്റെ സമയത്ത് ദൈവം ചെയ്ത് നമുക്ക് തരും. നമ്മൾ ആ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തന്നില്ലേ? അതിൽ പരം വലിയൊരു ആനന്ദം നമ്മുടെ ലൈഫിൽ എന്താ ഉള്ളത്? നമ്മൾക്ക് വേണ്ടി, അതായത് പാപം പോലും ഇല്ലാത്ത ആ ദൈവം നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തി ആ രക്തത്തോളം വലുതായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. യേശുപ്പച്ച കാരണമാണ് നമ്മൾ ഇന്ന് ദൈവത്തിന്റെ മക്കളെന്ന് അറിയപ്പെടാൻ തന്നെ കാരണം. ആ രാജാവിന്റെ മുന്നിൽ മകനെ എന്ന് വിളിപ്പാനല്ലേ, മകളെ എന്ന് വിളിപ്പാനുള്ള ഒരു യോഗ്യത നമുക്കുണ്ടായത് ആ കാൽവരി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി യേശുപ്പച്ച യാഗമായി തീർന്നതുകൊണ്ട് മാത്രം. അപ്പൊ ആ അപ്പന്റെ സ്നേഹം എന്തായിരിക്കും? സ്വപുത്രനെ അത്രയും യാഗമായി കൊടുക്കുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ആ കഷ്ടതയുടെ അത്രയും ഒന്നും നമ്മുടെ കഷ്ടത വരുത്തില്ല. പക്ഷെ ദൈവം, ഇപ്പൊ കാക്കക്കുഞ്ഞിനെ പോറ്റുവാൻ അറിയുന്ന ദൈവം ഈ കാട്ടിലെ വൃക്ഷങ്ങൾ എങ്ങനെ വളരുന്നത്? നമ്മൾ വളം കൊണ്ടിടുന്നുണ്ടോ? ഇല്ല. അതിനെ പോറ്റുന്ന ദൈവത്തിന്, കാട്ടിലെ മൃഗങ്ങളെ പോറ്റുന്ന ദൈവത്തിന് നമ്മളെ പോറ്റുവാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തക്ക സമയത്ത് സാരേഫാത്തില് കാക്കയുടെ വരവ് നിന്നപ്പോൾ സാരേഫാത്തിലെ വിധവയിലൂടെ ഏലിയാവിനെ പോറ്റിയ ദൈവം നിങ്ങളെയും പോറ്റും. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ശാപത്തിന് വിടുതലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനാൽ അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഈ സമുദ്രത്തിന് പോലും അതിര് വെച്ച ദൈവമാണ്. ആ സമുദ്രത്തിന് വേണമെങ്കിൽ ഫുള്ളായിട്ട് കയറി വരും. പക്ഷെ അതിര് വെച്ച ദൈവം, ആ സമുദ്രം പോലും ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മളെ മെനഞ്ഞവനോട് നമ്മൾ അങ്ങോട്ട് ആലോചന പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന് നമ്മൾ ആലോചന പറക്കാൻ ആരുമില്ല. നമ്മുടെ ആവശ്യങ്ങളെ പറയാം. അപ്പൊ നമ്മുടെ പേരൻസിനോട് എങ്ങനെ, അപ്പൊ എനിക്ക് ഇന്നപോലെ ഒരു ആഗ്രഹമുണ്ട്, അപ്പൊ ഒന്ന് സഹായിച്ചു തരണേ എന്ന് പറയാം. അപ്പൊ അപ്പന് മനസ്സ് മുമ്പ് നമുക്കത് ചെയ്തു തന്നിരിക്കും. ദ പെർഫെക്റ്റ് ടൈമിംഗ് ആകുമ്പോൾ ചെയ്തു തന്നിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോയില്ല എന്നാണെങ്കിൽ ലോകപരമായ രീതിയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് പോയേനെ. പക്ഷെ ദൈവത്തിന്റെ സ്നേഹമാണ് എന്നെ പിടിച്ചത്. അപ്പൊ ഞാൻ അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. കാരണം അപ്പന്റെ വഴിക്ക് വരാൻ വേണ്ടി കഴിച്ചു. കാരണം എന്റെ കൊച്ചു നശിച്ചു പോകരുതെന്ന് എന്റെ അപ്പൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ മക്കൾ ആരും നശിച്ചു പോകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ വഴക്ക് പറയും, അടിക്കും ഒക്കെ ചെയ്യുന്നു. അതേപോലെ എന്റെ അപ്പൻ സ്നേഹം കൊണ്ട് അടിച്ചു. എന്റെ അപ്പൻ എന്നെ സ്നേഹം കൊണ്ട് പറഞ്ഞു. എന്തിനാ? അവൾ ഇങ്ങനെ വന്നാൽ മാത്രമേ ഈ പാത്വേയിലൂടെ കടന്നു പോവുകയുള്ളൂ. ദൈവത്തിന് അറിയാം. അതിന് നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി. കാരണം ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. ദ എറ്റേണൽ ലൈഫ്, നിത്യത എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെയുള്ള വാസമാണ്. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി. വടിയിൽ പിടിച്ചു നടന്നു, വടി മറന്നു വെച്ചു. അന്ന് തന്നെത്താൻ പെയ്യെ സ്റ്റെപ്സ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ 2021 എന്റെ മൂത്ത മോള്
സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി പവർ വിഷനിൽ പോയതാ. അപ്പൊ പ്രിൻസ് മാസ്റ്റർ പറഞ്ഞു സ്മിത സാക്ഷ്യം പറയണമെന്ന്. അപ്പൊ ആക്ച്വലി ദൈവമക്കളെ പോലെ എനിക്ക് സാക്ഷ്യം പറയാൻ അറിഞ്ഞൂടെ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ അവസാനിപ്പിക്കണം ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ സ്മിത സാക്ഷ്യം പറയണത് ലൈവാണ് പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ ബലം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആദ്യമായി ഡിസംബർ 11 2021 യേശുവിന്റെ നാമം മഹത്വീകരിക്കാനായിട്ട് എന്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ആക്ച്വലി വീട് വീട് കയറി സാക്ഷ്യം പറയണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ എന്റെ യേശു എന്നെ ഒരു ടിവിയുടെ മുന്നിൽ നിർത്തി അനേകം ജനങ്ങളുടെ മുന്നിൽ എന്നെ ഒരു സാക്ഷിയാക്കി എന്റെ ടെസ്റ്റിമണി പറയാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കൂടാതെ എന്റെ ഒരു പാട്ട്, എനിക്കൊരു പാട്ട് പാടുവാനായിട്ടും എന്റെ ദൈവം കൃപ തന്നു. അതിലൂടെ ഇന്ന് 5 കോണ്ടിനെന്റ്സിലോളം, അത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയിലെല്ലാം സാക്ഷ്യം പറയുവാൻ, യേശു എന്നെ ജീവിക്കുന്നുണ്ടെന്ന്, യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയുവാനായിട്ട് എന്റെ ദൈവം ഇന്ന് കൃപ. ഇന്ന് ആരോമ TV വന്നത് തന്നെ എന്റെ യോഗ്യതയല്ല, എന്റെ യേശുവിന്റെ സ്നേഹം. അതാ പറഞ്ഞത്, നമ്മൾ ഇത്ര ആരൊക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ? ഈ 4 ചുവരുകൾക്കകത്ത് മാത്രം ഇരുന്ന എന്നെ എങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ എത്തിക്കുന്നത്? എന്നെ അറിയാത്ത ദൈവമക്കളുടെ മുന്നിലല്ലേ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്റെ ക്വാളിറ്റി അല്ല, അത് യേശുവിന്റെ സ്നേഹമാണ്. അതാണ് അപ്പൻ. അപ്പന്റെ സ്നേഹത്തിനെ വർണ്ണിപ്പാൻ നാവുകൾ പോരാ. നമ്മളുടെ രോഗം സൗഖ്യമാക്കുന്നതിനേക്കാൾ ഉപരി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ ഇന്ന് ശ്വസിക്കുന്നില്ലേ? ഈ ശ്വാസം തന്നെ ഒരു അത്ഭുതമല്ലേ? നമ്മളുടെ ഹാർട്ട് ഇടിക്കുന്നില്ലേ? അതായത് വിത്തൗട്ട് റെസ്റ്റ് ഇടിക്കുന്ന, അതൊരു അത്ഭുതമല്ലേ? നമ്മളുടെ വിരലുകൾ അനക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? ചിന്തിക്കാൻ പറ്റുന്നില്ലേ? ഇതെല്ലാം അത്ഭുതമല്ലേ? ഈ കാണുന്നതെല്ലാം അത്ഭുതം. നമുക്ക് വസിക്കാൻ ഒരു ഭവനം തന്നു. എത്രയോ പേര് ഭവനമില്ലാതിരിക്കുമ്പോൾ ആ ഭവനത്തിൽ ഇരുന്ന് നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാൻ, പാർക്കുവാൻ ഒരു ഭവനം ദൈവം നമുക്ക് തന്നില്ലേ? ഉടുക്കുവാൻ വസ്ത്രം തന്ന ദൈവമല്ലേ? ഇതെല്ലാം നമ്മുടെ ലൈഫിൽ അത്ഭുതമല്ലേ? അതേപോലെ നമ്മൾ ഇതെല്ലാം ചോദിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന പൊസിഷൻ. നമ്മുടെ ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചോ നമ്മൾ ഈ പൊസിഷനിൽ വരുമെന്ന്? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പൊ ആ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിന്റെ നാശത്തിലല്ല ക്ഷേമത്തിലുള്ള പദ്ധതി. ഹല്ലേലൂയ, സ്തോത്രം. വചനം ഇപ്രകാരം പറയുന്നു, ബാലിക്കാർ ക്ഷീണിച്ചു തളർന്നു, യൗവനക്കാർ ഇടറിവിടും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ സാക്ഷ്യം പറഞ്ഞു. ഇന്ന് ഞാൻ ദൈവത്തിന്റെ കൃപയാല് കാർ ഓടിക്കും, ബുള്ളറ്റ് ഓടിക്കും, ആക്ടിവ ഓടിക്കും. എന്റെ കർത്താവിന്റെ നട്ടലിന് എനിക്ക് ബലം തന്നു. ദൈവത്തിന് ബാക്കി എല്ലാ കാര്യങ്ങളും പെർസിസ്റ്റിംഗ് ആണ്. ഇപ്പോഴും നട്ടലിന് ഇത് ഡിസ്ക് ബോൾട്ട് വെക്കണം എന്നാ പറഞ്ഞത്, നട്ടും ബോൾട്ടും വെച്ചു, അതൊന്നും വെച്ചിട്ടില്ല. ദൈവത്തിന്റെ കൃപയാൽ ഇന്നോളം ഞാൻ നടക്കുവാനും കർത്താവിനെ കുറിച്ച് സാക്ഷി ഒരുക്കുവാനും ജോലിക്ക് പോകാൻ എന്റെ ദൈവം സമ്മതം തന്നു, അനുവാദം തന്നു. എന്റെ അപ്പൻ എനിക്ക് അനുവാദം തന്നുകൊണ്ടാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്റ്റെപ്സ് പോലും എനിക്ക് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റില്ല. ഇന്ന് ഹൈക്കോർട്ടിൽ നിന്ന് 8ാമത്തെ നില ഞാൻ ചാടി ഫസ്റ്റ് ഫ്ലോർ വരെ ഇറങ്ങി വരും. കാരണം ഒരു പടി എന്റെ വീടിന്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാത്ത എനിക്ക് എന്റെ കർത്താവ് പടികൾ കയറി പോകുവാൻ ഇതെല്ലാം ദൈവം പെർമിഷൻ തരുന്നുണ്ട്. ആ ദൈവത്തിനായി സ്തോത്രം. എന്റെ ദൈവമക്കളോട് പറയാനുള്ള, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ഉറപ്പായിട്ടും കർത്താവ് വരും, ഉറപ്പായിട്ടും വരും. നമ്മൾ ആ നിത്യത ഒരിക്കലും നഷ്ടമാകരുത്. കാരണം നമ്മളാണ് ഒരു ക്വാളിറ്റി ഉള്ളു. എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നമ്മൾ വിശുദ്ധിയോട് ജീവിക്കണം എന്ന് യേശുപ്പച്ച അനുസരിച്ച് വിശുദ്ധിയോട് ജീവിക്കണം എന്നാ പറഞ്ഞത്. നമ്മൾ ആരെയും കാണിക്കണ്ട. ദൈവം നോക്കുന്ന നമ്മളുടെ പുറമല്ല, ദൈവം നോക്കുന്ന നമ്മുടെ ഹൃദയത്തെയാണ്. അപ്പൊ അതൊരിക്കലും നിത്യത ഒരിക്കലും നഷ്ടമാകരുത്. ദൈവത്തിന്റെ മക്കളാണ് നമ്മുടെ ചുറ്റിനുള്ളവരെല്ലാവരും. അവരങ്ങനെ ആയതുകൊണ്ട് അവർ ദൈവത്തിന്റെ മക്കളല്ല എന്നല്ല. ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി. അവരെയും അവരുടെ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ അവരെയും യേശുവിനെ അറിഞ്ഞ് യേശുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെയും കൂടെ റെസ്പോൺസ്. കാരണം കർത്താവ് നമ്മളോട് ചോദിക്കും. കാരണം അവരും ദൈവത്തിന് നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ സഹോദരിമാരാണ്. അപ്പൊ അവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നിത്യത ഒരിക്കലും നഷ്ടമാകരുത്. ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളവളായതുകൊണ്ട് ഇന്നും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ യേശു, ഞാൻ പറയാം, നമുക്കൊരാള് ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോരം അയ്യോ ഇന്നാർ ഇന്നത് ചെയ്തു, നമ്മൾ എത്ര പ്രാവശ്യം പറയും ഇന്നാർ ഇന്ന ഹെൽപ്പ്. അപ്പൊ നമ്മുടെ യേശുപ്പച്ച ചെയ്തതോ അത് ഇത്ര വലുതാ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ബിനോച്ചാനാണല്ലോ എന്നെ ഈ കാലയ സമയത്തെല്ലാം എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു കുഞ്ഞിനെ എങ്ങനെ അമ്മ നോക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണൽ കാര്യം പോലും വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വാഷ് ചെയ്യാൻ പറ്റത്തില്ല. മന്ത്ലി നമുക്കുണ്ടാവുന്ന ലേഡീസിനുണ്ടാവുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹമാണ് എനിക്ക് എല്ലാം മാറ്റി തന്നുകൊണ്ടിരുന്നതും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. നേരത്തെ പറഞ്ഞ ഒരു മുഖച്ചുളിപ്പ് പോലും ഇല്ലാതെ ഒരു ഇത്തിരി പോലും കുഞ്ഞുങ്ങളെ പോലും ബിനോച്ചൻ നോക്കിയിട്ടില്ല. കാരണം കൊച്ചു കുഞ്ഞുങ്ങള്
വിനോദം ഒന്ന് ഹോൾഡ് ചെയ്യോ, ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കും പറഞ്ഞു. അത് എന്നോട് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് പറ്റത്തില്ല പാച്ചി, എനിക്ക് ഇതൊന്നും പറ്റത്തില്ല, എനിക്ക് ശീലമില്ല. പക്ഷെ എന്റെ കാര്യങ്ങൾ വന്നപ്പോ എന്നെ നോക്കിയത് എനിക്ക് മറക്കാനേ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതായത് ഒരു പുരുഷന് അത്രയും ക്ഷമയോട് കൂടി ഈ കാര്യങ്ങളെല്ലാം ജോലി വിട്ട്, അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ജോലി വിടുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ വരും. ഹി വാസ് ദി കോൺട്രാക്ടർ. അപ്പൊ അത്രയും വർഷങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത ജോലി പൂർത്തീകരിക്കുകയല്ല, ആൾക്കാരെ വെച്ചാ പൂർത്തീകരിച്ചതും. അദ്ദേഹം ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് മാറ്റിവെച്ച് എനിക്ക് വേണ്ടി മുഴുവൻ സമയം ഭവനത്തിൽ എൻ്റെ ഒപ്പം, എൻ്റെ രീതിക്ക് അനുസരിച്ച് എൻ്റെ കൂടെ നിന്ന് എല്ലാം, കുളിപ്പിക്കുന്നതാണെങ്കിലും കുളിക്കാൻ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല പാസ്റ്ററെ. കാരണം കാലും കൈയിട്ടടിക്കുമായിരുന്നു. കാരണം വേദന കൊണ്ട് പോലെ. അപ്പൊ ഒരാൾ ഒരു കൈ, ഒരാൾ അടുത്ത കൈ, അടുത്ത ആൾ ഒരാൾ കാല്, അങ്ങനെ വന്ന് പൊക്കിയെടുത്ത് എല്ലാ രീതിയിലും എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരു കുഞ്ഞിങ്ങനെ ഊട്ടിത്തരുന്ന പോലെ ഊട്ടിത്തന്ന്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ബിനോച്ചനെ കണ്ട്, ഞാൻ എപ്പോഴും പറയുന്നത്, എന്റെ ബിനോച്ചനെ പോലും ഒരു പുരുഷനെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും അത് വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ദർ വിൽ ബി, ഞാൻ കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. കാരണം അതിനകത്ത് ഒരു കുറവില്ല. കാരണം നമ്മളെ യേശുപ്പച്ചൻ നമ്മളെ ഭരമേൽപ്പിച്ചതല്ലേ. എനിക്ക് ബിനോച്ചാന് എന്നെയും യേശുപ്പച്ചൻ കൂട്ടിച്ചേർത്തതാണല്ലോ. അതിനകത്ത് ആണ് പെണ്ണ് അങ്ങനെ ഒരു വ്യത്യാസമില്ല. അപ്പൊ ബിനോച്ചാന് വയ്യാതായാലും ഞാൻ നോക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു ബിനോച്ചാനെ എന്റെ ലൈഫിൽ എന്റെ കർത്താവ് എനിക്ക് ഒരുക്കിയതിനായി എന്റെ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതായത് കർത്താവിന്റെ കരം ബിനോച്ചാന്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ സ്നേഹം. ഹല്ലേലൂയ. ബിനോച്ചാൻ വാസ് ആൻ ഇൻസ്ട്രുമെന്റ്. ആ ഇൻസ്ട്രുമെന്റിലൂടെയാണ് കർത്താവ് എന്നെ നടത്തിക്കൊണ്ടിരുന്നത്. രണ്ട് കാര്യം പറയാനായിട്ടും കൂടെ ഉണ്ട്. ഞാൻ സർജറിക്ക് മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു. അപ്പൊ 50 നോയമ്പ് എടുക്കുമായിരുന്നു. 50 നോയമ്പ് എടുത്ത സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളായിരുന്നു. അപ്പൊ അന്ന് തലേന്ന് ഇവിടെ സാമ്പാർ വെച്ചു. അപ്പൊ സാമ്പാർ വെച്ച സമയത്ത് ബിനോച്ചൻ എന്നെ ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ട് പോയി കിച്ചണിൽ പോയപ്പോ ഞാൻ നല്ല മണം സാമ്പാറിന്. അപ്പൊ ഞാൻ പറഞ്ഞു, നാളെ ഇഡ്ഡലി ഉണ്ടായെങ്കിൽ, ദോശ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ബിനോച്ച. അപ്പൊ ബിനോച്ച പറഞ്ഞു, മോളെ ഇങ്ങനെ അരച്ചിട്ടില്ല, ഒരു ചേച്ചിയുണ്ട്, അരച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ എന്നുള്ള രീതിയിൽ നേരെ എന്നെ കൊണ്ടുവന്ന് ഈ ബെഡിൽ കൊണ്ട് കിടത്തി ഒരു കോളിംഗ് ബെല്ല്. അപ്പൊ എന്റെ ചെറിയ മോൾ ഓടിച്ചെന്ന് കതവ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ചേച്ചി ഒരു ദോശമാവുമായിട്ട്, ദോശമാവ് വേണോ എന്ന് പറഞ്ഞ് ചോദിച്ച് വന്നിരിക്കുന്നു. ഫസ്റ്റ് ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് 2010-ലാണ്, പെർമനന്റ് ആയിരുന്നു. ഇന്ന് വരെ, ഈ ദിവസം വരെ, അതിനു മുമ്പോ ഒരാള് പോലും എന്റെ വീട്ടിൽ വന്ന് ദോശമാവ് വേണോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഞാൻ പ്രാർത്ഥിച്ചു പോലും ഇല്ല. ആ ആഗ്രഹത്തെ പോലും ദൈവം മാനിച്ചു. ഒരൊറ്റ പാക്കറ്റ് ദോശമാവുമായിട്ട് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു വർഷം എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ആ ഭക്ഷണം കഴിക്കും. അപ്പം ഈ നമ്മളുടെ വീട്ടിലുള്ള നേരത്തെ പുഴുങ്ങി, അപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നി ഈ പച്ചച്ചീര കഴിക്കണം. നേരത്തെ പറഞ്ഞാൽ ഞാൻ കോട്ടയത്തായിരുന്നു. അപ്പം അവിടെ പോയാൽ നിന്നിരുന്നത്. അപ്പൊ കോട്ടയത്ത് പോകുന്നതിന് മുമ്പായിട്ട് ബിനോച്ചാൻ കുറച്ച് ഒരു പോട്ട് എടുത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിലൊരു കറ്റാർവാഴ കൊണ്ട് കൊറിഡോറിൽ കൊണ്ടുവച്ചു. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ബേബി ചെടികൾ വളർന്നു വന്നു. അപ്പൊ വീഡ്സ് ആണ്, അപ്പൊ കുഞ്ഞുങ്ങളോട് പറിച്ചു കളയണം എന്ന് പറഞ്ഞു. പക്ഷെ അതങ്ങ് വിട്ടുപോയി. ഞങ്ങൾ കോട്ടയത്തേക്ക് പോയി. കുറച്ച് ദിവസങ്ങളൊക്കെ ശേഷം ഞങ്ങള് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത്, എന്റെ കൊറിഡോറിന്റെ അകത്ത് ഞാൻ ആഗ്രഹിച്ച എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് 4 പേർക്കും കഴിക്കാനായിട്ട് പച്ചച്ചീര നട്ട് വളർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെങ്ങനെ? വിത്ത് പാകിയിട്ടില്ല, വിതച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു കൊതി പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ തന്നെ 2-3 ഇൻസിഡൻസ് വേറെ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ കൂമ്പ് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി. ഇങ്ങനെ പറഞ്ഞ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കോട്ടയത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു വണ്ടിയിൽ ബിനോച്ചന്റെ അങ്കിള് കൂമ്പും കൊലയൊക്കെ ആയിട്ട് വരുന്നു. ഞങ്ങള് ജസ്റ്റ് സംസാരിച്ചതേ ഉള്ളൂ. ആ സ്പോട്ടിൽ തന്നെ വണ്ടിയിൽ അങ്കിള് കൊണ്ട് കാറിൽ നിന്ന് ഇറക്കി വെക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കാരണം ആ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാല് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലും നമ്മുടെ ആ കൊതി അറിഞ്ഞപ്പോൾ തന്നെ ആ കുഞ്ഞിന് കൊടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം. ദൈവത്തിന്റെ അളവെന്ന് പറയുന്ന, മനുഷ്യൻ തരുമ്പോൾ അളവുണ്ട്, പക്ഷെ ദൈവം തരുമ്പോൾ എന്ന് പറയാൻ ഇറ്റ്സ് ഓവർഫ്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അതേപോലെ തന്നെ ഒരു വലിയൊരു അത്ഭുതം കൂടെ ഞാൻ കാണിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ എറണാകുളം വീട്ടില് ഒരു പേരമരം ഉണ്ട്. കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ പേരമരത്തിൽ ഉണ്ടാകുന്ന കായ്കളെല്ലാം ഇങ്ങനെയായിരുന്നു. അപ്പം ഒരുപാട് പേരെ വന്ന് നോക്കുമ്പോൾ അറിയാം. ഓക്കെ. അപ്പൊ ഈ പേരമരത്തിൽ ഉണ്ടാകുന്ന കായ്കളെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് പേരെ വന്ന് വിളിച്ചു കാണിച്ചു. മരുന്നുകൾ പലതും ഇട്ടു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാർ വന്നു. അവസാനം ഈ പേരമരത്തിന് ഒരു സൗഖ്യമില്ല. അപ്പം
ഹാലേലിയ. അപ്പൊ അവരുടെ പേര് അങ്ങ് മുറിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനും വിനോച്ചാനും കൂടെ പേരമരത്തിന്റെ അവിടെ ചെന്ന് ഇങ്ങനെ തലോടി തലോടി പറഞ്ഞു, യേശുവിന്റെ രക്തത്താൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ അടിപ്പിണലാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തൊട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഇതിലുണ്ടാകുന്ന ഫലങ്ങൾ പക്ഷികൾക്കും ഇതിലുണ്ടാവുന്ന ഫലങ്ങൾ ഞങ്ങൾക്കും ഇതിലുണ്ടാവുന്ന ഫലങ്ങൾ അനേകർക്കും കൊടുക്കുവാനുള്ള ഒരു ഭാഗ്യം കർത്താവെ നൽകണേ എന്ന് പറഞ്ഞു. അന്നൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രിൻസിപ്പാസിന്റെ സഭയിൽ പോയി. ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാസ്റ്റർ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഇങ്ങനാണ് ആ പേരയ്ക്ക. ഒരു പേരമരത്തെ പോലും സൗഖ്യമാക്കിയത്. ഇന്നും ആ പേരമരം ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ മരമാണ്, ഭയങ്കര സ്വീറ്റ് ആണ്, വളരെ ടേസ്റ്റിയാണ്. ആ യേശുപ്പച്ചൻ, എനിക്ക് അതിനെ പോയി തൊടുമ്പോ തന്നെ യേശു സൗഖ്യമാക്കിയ ഒരു പേരമരമാണ് അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആ പേരമരത്തെ പോലും ദൈവം കണ്ടു. ഹല്ലേലൂയ. ഇൻ ബിറ്റ്വീൻ എനിക്ക് കോവിഡ് വന്നു. കോവിഡ് വന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് മെഡിസിൻസ് എടുക്കാനായിട്ട് പറ്റില്ല. വിനോച്ചാനായിരുന്നു വളരെ കൂടുതലായിട്ട് വന്നു. എനിക്കും വന്നപ്പോൾ വിനോച്ചാന് ടെൻഷൻ, എനിക്ക് മെഡിസിൻസ് എടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് എന്റെ അസുഖം കുറച്ചും കൂടെ ബുദ്ധിമുട്ടിലേക്ക് വരും. പക്ഷെ എന്റെ അപ്പച്ചൻ, എനിക്ക് മണമില്ലായിരുന്നു, ടേസ്റ്റ് ഇല്ലായിരുന്നു, ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ എല്ലാം, എനിക്ക് ഡയറിയ എല്ലാം വന്നു. എങ്കിൽ പോലെ എന്റെ യേശുപ്പച്ചൻ വിതൗട്ട് ടേക്കിംഗ് എനി മെഡിസിൻസ് എന്റെ കർത്താവ് എന്നെ പരിപാലിച്ച് കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൂടാതെ ഞാൻ ഈ കാലയളവിൽ ചെയ്തൊരു കാര്യമുണ്ട്. മനുഷ്യനെല്ലാം ഉപേക്ഷിച്ചപ്പോൾ ഞാൻ ചെയ്തു, എന്നെ ഒരു പാസ്റ്റർ കാണാൻ വന്നപ്പം എന്നോട് പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ എന്ത് ചെയ്യായിരുന്നു, ഒരു മെഡിസിൻ കഴിക്കുന്നതിൽ 500 ടൈംസ് ഇങ്ങനെ വിരലില് 3 നേരം ഇങ്ങനെ പറയണം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഇങ്ങനെ യേശുവിന്റെ അടിപ്പിണ ഇത് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് ക്രിയ ചെയ്തുകൊണ്ടിരുന്നു. അതാ പറയുന്നത്, ഇരുവായി തലയുള്ളതാണ് വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിന്റെ പവർ എന്ന് പറയുന്നത് ഭയങ്കര പവറാണ്. കാരണം നമ്മളുടെ മാംസങ്ങളെയും മജ്ജകളെയും തുളച്ചു കയറുന്നതാണ് വചനം എന്ന് പറഞ്ഞത്. വചനത്തിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. വചനം സത്യമാണ്, വചനം ദൈവമാണ്, വചനം ദൈവത്തിന്റെ ശ്വാസമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഇരുവായി തലയുള്ള വചനം, മാറാത്ത വചനം, ഈ ലോകം മാറിയാലും മാറാത്ത വചനമാണ് എന്നെ സൗഖ്യമാക്കിയത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, യഹോവ റാഫ. ആ വചനം അയച്ചാണ് എന്നെ സൗഖ്യമാക്കിയത്. എന്നെ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ സൗഖ്യം തന്നുകൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല, എന്തോ എനിക്ക് എന്നെ പറയാൻ തോന്നി. ഹല്ലേലൂയ, സ്തോത്രം. കേൾക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ കേൾക്കുന്നവരുടെ മേൽ യേശുവിന്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, കർത്താവ് വൻ കാര്യങ്ങളെ തന്നെ ചെയ്തു. നേരത്തെ പറഞ്ഞ ആ സ്റ്റേജിന്റെ മുകളിൽ നിന്നാണ് താഴേക്ക് വീണെന്ന് പറയണ്ട. ആ സ്റ്റേജിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ചേർച്ച് ഉണ്ട്. ചേർച്ച് അവിടെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഒരു പ്ലേസ് ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്പ് കയറി കുരിശ് യേശുപ്പച്ചനെ ഇങ്ങനെ ക്രൂശിച്ച ആ ഒരു പ്ലേസ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ കയറി സ്റ്റെപ്സ് ഇറങ്ങുന്നതിന് പകരമായിട്ട് വിനോദം പറഞ്ഞു ജസ്റ്റ് ഒന്ന് ചാടിക്കോളം പറഞ്ഞു. അപ്പം ഞാനപ്പോ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നത് കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ച് ചാടിയത്. അപ്പൊ സ്ലിപ്പായി പോയി. വലിയ ഹൈറ്റ് അല്ല, പക്ഷെ എങ്കിൽ പോലും ആ നടുവടിച്ച, ആ പാറക്കല്ലായിരുന്നു, ആ പാറക്കല്ലിൽ അടിച്ചിട്ടാണ് നടുവടിച്ചാ വീണത്. പക്ഷെ ഇതെല്ലാം ഞാൻ കടന്നുപോയത് എന്റെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇന്നോളം നടത്തിയത് എന്റെ യേശുപ്പച്ചോളം. കാരണം ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്റെ ദൈവത്തിന് നന്ദി, ഓരോ പുതിയ ദിവസം കാണുവാൻ തന്ന ദൈവത്തിനായി സ്വത്രം. ദൈവമക്കളെ, ഒരിക്കൽ പോലും നമുക്ക് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അടുത്ത ദിവസം ചെയ്യാന്ന് വിചാരിക്കും, അടുത്ത സെക്കൻഡ് നമുക്ക് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അടുത്ത സെക്കൻഡ്. സോ ഇപ്പോൾ ഈ നിമിഷം ഇത് തന്നെയാണ് എന്താ പറയാ, പ്രഷ്യസ് ടൈം എന്ന് പറയുന്നത്. ഇപ്പം യു ആർ ഓൾ പ്രഷ്യസ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. ദിസ് ഇസ് എ പ്രഷ്യസ് ടൈം ഫോർ യു ടു ഗെറ്റ് പ്രിപ്പയർഡ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് യേശുവിലേക്ക് അടുക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കർത്താവ് പാട്ടുകൾ തന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ വെറുതെ കട്ടിലേ കിടക്കുമ്പോഴാണ് ആ കാതിൽ ഇങ്ങനെ പാടി തന്നുകൊണ്ടിരുന്നത്. ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. കിടക്കുമ്പോൾ തന്നെ ഒരു പാട്ട് ഇങ്ങനെ കയറി വരും. ആ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ എന്റെ കർത്താവ് എനിക്ക് കാതിൽ പാടി തന്നു. അതിലൊരു പാട്ട് എന്റെ കുഞ്ഞുങ്ങളും ഒത്ത് ദൈവമക്കളുടെ മുമ്പാകെ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസി അപ്പോൾ എഴുതിയ പാട്ട് കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടാം. തുടർന്ന് പാടാം. അഴിഞ്ഞു പോയിടും ഈ ഭൂതലമെല്ലാം, അഗ്നിയാൽ മൂടിടും ഈ ഭൂതലമെല്ലാം, അഴിഞ്ഞു പോയിടും ഈ ഭൂതലമെല്ലാം. തൻ കാന്തൻ മണവാളൻ വരും നേരം തന്നോമന കുഞ്ഞുങ്ങൾ ചേർക്കപ്പെടും.
തൻ കാന്തൻ മണവാളൻ വരും നേരം തന്നോമന കുഞ്ഞുങ്ങൾ ചേർക്കപ്പെടും. അഗ്നിയാൽ മൂടിടും ഈ ഭൂതലമെല്ലാം, അഴിഞ്ഞു പോയിടും ഈ ഭൂതലമെല്ലാം. അഗ്നിയാൽ മൂടിടും ഈ ഭൂതലമെല്ലാം, അഴിഞ്ഞു പോയിടും ഈ ഭൂതലമെല്ലാം. നെടുവീർപ്പോടെ കണ്ണുനീരോടെ തൻ കാന്തനായി കാത്തിരിക്കുക. നെടുവീർപ്പോടെ കണ്ണുനീരോടെ തൻ കാന്തനായി കാത്തിരിക്കുക. ചേർക്കും തൻ മണവാട്ടിയെ വാദ്യഘോഷങ്ങളോടെ, ചേർക്കും തൻ മണവാട്ടിയെ വാദ്യഘോഷങ്ങളോടെ. അഗ്നിയാൽ മൂടിടും ഈ ഭൂതലമെല്ലാം, അഴിഞ്ഞു പോയിടും ഈ ഭൂതലമെല്ലാം. അഗ്നിയാൽ മൂടിടും ഈ ഭൂതലമെല്ലാം, അഴിഞ്ഞു പോയിടും ഈ ഭൂതലമെല്ലാം. സ്വർഗീയ മണ്ഡപമാം തൻ രാജസദസ്സിൽ കപ്പും നൃത്തവും കീർത്തനവുമായി ആടിടും പാടിടും വാഴ്ത്തിടും തൻ ദൈവ കുഞ്ഞാടീനെ, തൻ ദൈവ കുഞ്ഞാടീനെ. സങ്കടമാകുലത വേദനകൾ മാറിടും ദിനങ്ങൾ ആസന്നമായ. ആമേൻ. സങ്കടമാകുലത വേദനകൾ മാറിടും ദിനങ്ങൾ ആസന്നമായി. അഗ്നിയാൽ മൂടിടും ഈ ഭൂതലമെല്ലാം, അഴിഞ്ഞു പോയിടും ഈ ഭൂതലമെല്ലാം. അഗ്നിയാൽ മൂടിടും ഈ ഭൂതലമെല്ലാം, അഴിഞ്ഞു പോയിടും ഈ ഭൂതലമെല്ലാം. തൻ കാന്തൻ മണവാളൻ വരും നേരം തന്നോമന കുഞ്ഞുങ്ങൾ ചേർക്കപ്പെടും. ആമേൻ. തൻ കാന്തൻ മണവാളൻ വരും നേരം തന്നോമന കുഞ്ഞുങ്ങൾ ചേർക്കപ്പെടും. അഗ്നിയാൽ മൂടിടും ഈ ഭൂതലമെല്ലാം, അഴിഞ്ഞു പോയിടും ഈ ഭൂതലമെല്ലാം. 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 ആമേൻ, ആമേൻ. വളരെ മനോഹരമായി പാട്ട് പാടാൻ കർത്താവ് സഹായിച്ചു. മോടെ പേരെന്ന് പറഞ്ഞേ, വലിയ മോടെ പേരെന്ന് പറഞ്ഞേ? ആഞ്ചലീന. ആൻചീന. കൊച്ചുമോടെയോ? ഐലിൻ. ഓക്കെ, ഓക്കെ. രണ്ടുപേരും നന്നായിട്ട് പാടി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മമ്മി എഴുതിയ പാട്ട് മനോഹരമായി പാടാൻ കർത്താവ് നിങ്ങൾക്ക് കൃപയും തന്നു. നല്ല ട്യൂണ്, നല്ല പാട്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അങ്ങനെ ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതിയ പാട്ടല്ല. ഇപ്പൊ നമ്മൾ നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യത്തില്ലേ, അതേപോലെ യേശുപ്പച്ച എനിക്ക് ഇങ്ങനെ വരികൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ഞാനത് എഴുതിക്കൊണ്ടിരുന്നു. അതായത് ആഫ്റ്റർ സർജറി കട്ടിലേക്ക് കിടന്നുകൊണ്ട് എഴുതിയ ഒരു പാട്ടാണിത്. ഒരു ഏപ്രിൽ മാസത്തിൽ ഞാൻ എഴുതിയ ഒരു പാട്ടാണ്. ബാക്കിയുള്ള പാട്ടുകളെല്ലാം കാതിൽ പാടി തന്ന് ഞാൻ റെക്കോർഡ് ചെയ്യായിരുന്നു. ഈ പാട്ട് മാത്രം ഞാൻ എഴുതിയ പാട്ടാണ്. അപ്പം ഇങ്ങനെ നോട്ട്സ് പറയുന്ന പോലെ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. കണ്ടിന്യൂസ്ലി എഴുതിക്കൊണ്ട്, വിത്തൗട്ട് സ്റ്റോപ്പ് കണ്ടിന്യൂസ്ലി എഴുതി. അതിനുശേഷം കർത്താപ്പച്ചൻ്റെ ചോദിച്ചു, കർത്താപ്പച്ച ഇതിന് എനിക്ക് ട്യൂൺ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കർത്താവ് എനിക്ക് പറഞ്ഞു തന്ന ട്യൂണാണ്. ഞാൻ ആലോചിച്ചുണ്ടാക്കിയ വരികളോ ഞാൻ ആലോചിച്ചുണ്ടാക്കിയ ട്യൂണൊന്നും, ഇതെല്ലാം എൻ്റെ യേശു ആ സമയത്ത്. ഇപ്പൊ എനിക്കിപ്പോഴും അതിശയമാണ്. കാരണം പവർ വിഷനിൽ ഞാൻ ഈ പാട്ട് പാടിയപ്പം പ്രിൻസ് പാസ്റ്റർ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞു. അപ്പൊ ആക്ച്വലി വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള പോലും അറിയുന്നത് ഞാൻ അന്ന് പ്രിൻസ് പാസ്റ്റർ പറഞ്ഞപ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എൻ്റെ യേശുപ്പച്ചൻ എനിക്ക് പാടുവാനുള്ള കൃപ തന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, ഒന്നിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. മനുഷ്യൻ നോ എന്ന് പറയുന്നിടത്ത് യേശുപ്പച്ച എസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഹല്ലേലൂയ. വചനം സത്യമാണ്. വചനം ഒരിക്കലും കള്ളം പറയത്തില്ല. യേശു പറഞ്ഞോട്ട്, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു നാളും കൈവിടത്തില്ല.
തന്റെ ഭക്തന്മാരുടെ ചുറ്റും ദൈവദൂതന്മാർ പാളയം ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവദൂതന്മാർ നമ്മൾക്ക് വേണ്ടിയുണ്ട്. നമ്മൾ ഭാരപ്പെടേണ്ട. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ദൈവം നമുക്ക് വേണ്ടി എന്നും ഹല്ലേലൂയ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം എന്തൊക്കെ പ്രതിസന്ധികളിൽ നടുവിലും എന്റെ കർത്താവിനെ, അതായത് ശദ്രക് മേശക് അബേദ്നെഗോയുടെ നടുവിൽ നാലാമതൊരുവനായി ഇറങ്ങിയ അതേ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. ആ തീച്ചൂളയിൽ ഇറങ്ങിയപ്പോഴും ഒരു മുടി പോലും കരിയാതെ ആ ദൈവം തമ്പുരാൻ ആ മക്കളെ 3 പേരെയും രക്ഷിച്ച ദൈവം, ആ ദൈവത്തിന് അറിയാം ആ ദൈവം തക്ക സമയത്ത് നമ്മളെ, കാരണം നമ്മൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് സൗഖ്യം കിട്ടിത്താൻ, അല്ലെ പെട്ടെന്ന് ചില കാര്യങ്ങൾ സാധിച്ചു പോയി കഴിഞ്ഞാൽ കർത്താവിനെ നമ്മൾ മറന്നുപോകും. അതിന്റെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റായി നിന്നാൽ മാത്രമേ, കാരണം നമ്മളുടെയൊക്കെ സ്വഭാവങ്ങൾ ദൈവത്തിനെ അറിയത്തുള്ളൂ, നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ആ വാല്യൂ അറിയാൻ വേണ്ടിയിട്ട് കർത്താവ് ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ വരുവാനായി പോവാണ്. അപ്പൊ ആ വരവ് ഒരിക്കലും ആരും നഷ്ടമാക്കരുത്. ആ വരവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങള് എനിക്ക് വേണ്ടി, ദൈവമക്കൾ, എനിക്കും എന്റെ വിനോച്ചാൻ എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവനാമം എന്ന് ഉയരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു. ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കർത്താവിൻ്റെ ദാസി ജീവിതത്തിൽ കടന്നുപോയി അഭിമുഖീകരിച്ചതായ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ, ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ അവസരങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ അത് വളരെ വേദന നിറഞ്ഞതും വളരെ അഭിമുഖീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്തതുമായ ചില അനുഭവങ്ങളായിരുന്നു. എന്നാൽ ഒരു കുശവൻ്റെ കയ്യിൽ ഒരു മൺപാത്രം രൂപപ്പെടുന്നത് പോലെ നാം രൂപപ്പെടണമെങ്കിൽ നാം കളിമണ്ണായിട്ട് തീരണം. നാം കളിമണ്ണായി തീരുന്നുവെങ്കിൽ മാത്രമേ നമ്മെ വീണ്ടും പണിയുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഒരു ഫിനിഷായ അല്ലെങ്കിൽ ഒരു പൂർത്തീകരണം പ്രാപിച്ച ഒരു പാത്രത്തെ രണ്ടാമത് ഉടച്ച് പണിയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരു കളിമണ്ണിൻ്റെ അനുഭവത്തിൽ ആയിരിക്കുന്ന അനുഭവത്തിൽ നമ്മളെ ചിലപ്പോൾ കർത്താവ് കടത്തിവിടും. പക്ഷേ അത് നമ്മെ തകർത്ത് കളയുവാനല്ല. ദൈവവചനം ഇങ്ങനെ യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു: ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരി കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ചതഞ്ഞ ഓട ഒരിക്കലും പ്രതീക്ഷയില്ല അതിനൊരു പുനർജീവിതം ഉണ്ടെന്ന്. അതിനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന അസാധ്യമായ കാര്യമാണ്. പുകയുന്ന തിരി, അതിൻ്റെ പുകയും അവസാനിക്കും നിമിഷങ്ങൾ കഴിയുമ്പോൾ. എന്നാൽ ദൈവം ആ ചതഞ്ഞയോടെ ആ പുകയുന്ന തിരിയെ നോക്കുമ്പോൾ അത് അവസാനമല്ല, ഇനിയും അവസരം ഒരുക്കി കൊടുക്കുക. ചതഞ്ഞ ഓടയെ ചേർത്ത് നിർത്തി, കർത്താവിനോട് ചേർത്ത് നിർത്തി എഴുന്നേൽക്കുമാറാക്കുന്ന, പിന്നെയും മുന്നോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ഘടകമാണ് നമ്മുടെ കർത്താവ് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. ചില സന്ദർഭങ്ങളിൽ നാം ചതഞ്ഞ ഓട പോലുള്ളതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എല്ലാം അവസാനിച്ചു, ഇനി ഒരു പ്രതീക്ഷയുമില്ല. മനുഷ്യരുടെ മുൻപാകെ, പ്രിയപ്പെട്ടവരുടെ മുൻപാകെ, സമൂഹത്തിലും സഭയിലും വൈദ്യശാസ്ത്രപ്രകാരവും പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന ഇടത്ത് കർത്താവ് നമ്മളെ ചേർത്ത് നിർത്തി ആമേൻ നമ്മെ പണിയുവാൻ തക്കവണ്ണം ആമേനിടയായിത്തീരും. ഈ സംഭവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചതഞ്ഞ ഓടയെ പോലെ ആയിരുന്നു പത്രോസ് അപ്പോസ്തലന്റെ ജീവിതാനുഭവം. പുകയുന്ന തിരിയുടെ അനുഭവത്തിലായിരുന്നു പുതിയ നിയമ സഭയുടെ പ്രാരംഭ ദശ. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ പത്രോസിനെ കർത്താവ് ചേർത്ത് നിർത്തിയപ്പോൾ ആ പാറയിൽ, ആ ക്രിസ്തുവാകുന്ന പാറയിൽ നിർത്തിക്കഴിഞ്ഞപ്പോൾ പത്രോസ് അസാധാരണമായ നിലയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവനായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, താൻ സംസാരിക്കുവാൻ തുടങ്ങി. ശക്തമായി സമൂഹത്തോട് സംസാരിച്ചു. അതുവരെയും പല സന്ദർഭങ്ങളിലും ഭയത്തോടെ പാർനിന്ന പത്രോസിൻ്റെ ചില അനുഭവങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ തള്ളിപ്പറയുവാനും ഒക്കെ ഇടയത്തിന് ഒഴിഞ്ഞു മാറി. എന്നാൽ പിന്നത്തേതിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി കർത്താവിൻ്റെ സ്നേഹത്തെ, കർത്താവിനെ ഏറ്റുപറയുവാൻ
തയ്യാറായപ്പോൾ കർത്താവ് ചേർത്ത് നിർത്തി. ആമേൻ. ആ ചതഞ്ഞ ഓട ആമേനെ ജീവിക്കുവാനിടയായി തീർന്നു. പുകയുന്ന തിരിയുടെ അനുഭവത്തിലായിരുന്ന പുതിയ നിയമസഭ, ആമേൻ, അതും അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയെ പകർന്ന് ആ സഭയെ ദൈവം ആമേനെ പ്രകാശിപ്പിക്കുവാൻ, വെളിച്ചപ്പരത്തുവാൻ പര്യാപ്തമായ നിലയിൽ ആ സഭയെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ലോകം നോക്കുമ്പോൾ ചതഞ്ഞയോടെയാണ്, പുകയുന്ന തിരിയാണ്. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ ആമേൻ ഇന്ന് ഏറ്റവും അധികം പ്രകാശം പരത്തുന്ന, നിവർന്നു നിൽക്കുന്ന, ആമേൻ, ആരോഗ്യവതിയായ, അനുഗ്രഹിക്കപ്പെട്ട, കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുന്ന ഒരു പാത്രമായി കർത്താവിൻ്റെ ദാസിയെ ദൈവം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് അധൈര്യപ്പെടേണ്ട, ധൈര്യമായിട്ട് ഇനിയും മുന്നോട്ട് ഏറെ ഓടുവാൻ കർത്താവ് ആമേനെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ബലവും ദീർഘായുസ്സും തന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾ ഒരുപക്ഷെങ്കിൽ കടന്നു പോകുന്ന ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ ആരോടും പറഞ്ഞറിയിക്കുവാൻ കഴിയാതെ വണ്ണം വളരെ വൈഷമ്യങ്ങൾ നിറഞ്ഞതായ അനുഭവങ്ങൾ ഒരുപക്ഷെങ്കിൽ പറയുവാനുണ്ടായിരിക്കാം. ആരും കാണാനില്ല, കേൾക്കാനില്ല, ആരും സഹായിപ്പാനില്ല. പക്ഷെങ്കിൽ ചതഞ്ഞ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്ത സർവശക്തനായ കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചാൽ ആമേൻ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ പുകഞ്ഞ് അസ്തമിക്കുവാനല്ല, പകരം നിങ്ങളിൽ പ്രകാശം വെളിപ്പെടുവാൻ തക്കവണ്ണം എണ്ണ പകർന്ന് കർത്താവ് നിങ്ങളെ പ്രകാശപൂരിതമാക്കും എന്ന് വിശ്വസിക്കൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ധൈര്യമായിരിക്കൂ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുവാൻ ആര് തയ്യാറാകും? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. യേശുവേ ആരാധന, പിതാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠമാകുന്നില്ല കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നു അപ്പച്ച. അവിടുന്ന് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ നന്മകൾക്കുമായി സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളായി വന്നിരിക്കുന്നു അപ്പച്ച. ദൈവമേ, അവരുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിഞ്ഞ് കർത്താവെ അവരെ അവിടുന്ന് സഹായിക്കണമേ. അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണേ അപ്പച്ച. കർത്താവെ, രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, സ്തോത്ര. ശത്രു ഭയത്തിൽ നിന്ന് കർത്താവെ മക്കളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് കർത്താവെ ഒരു മോചനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഊരിപ്പിടിച്ച വാളുമായി ദൈവദൂതന്മാർ കാവൽ തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങൾ ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അന്ന് മർക്കോസിന്റെ മാളികയിൽ ഇറങ്ങിയതുപോലെ നാവായി കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ അപ്പച്ച. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത രീതിയിൽ കർത്താവെ, പരിശുദ്ധാത്മാവെ ഞങ്ങൾ വന്ന് നിറയണമേ. യേശുപ്പച്ചന്റെ രക്തത്താൽ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവെ കേൾക്കുന്ന എല്ലാ മക്കളെ അടിയനെ ഉൾപ്പെടെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മധ്യെ കടന്നു വന്നതിനായി സ്തോത്രം കർത്താവെ. യോഗ്യതയില്ലാത്ത എന്നെ കർത്താവെ യോഗ്യതയുള്ളവളാക്കി മാറ്റിയ ദൈവത്തിനായി നന്ദി കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ ഹിതം പ്രവർത്തിക്കുവാൻ, എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം പ്രവർത്തിക്കുവാൻ കർത്താവെ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇഷ്ടങ്ങളല്ല അങ്ങയുടെ ഇഷ്ടം കർത്താവെ ഞങ്ങളുടെ മേൽ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, കർത്താവെ. ഓരോരുത്തർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കർത്താവെ പുകവലിന്റെ പല മ്ലേച്ഛതകളുടെ അടിമത്തത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ടി പൂർണ്ണ മോചനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശത്രു കർത്താവെ അവരുടെ ബുദ്ധിയെ വഞ്ചിച്ചിരിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരേ മനസ്സോട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കർത്താവെ ആ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം.
ദൈവദാസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച, ദൈവസാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഊരിപ്പിടിച്ച വാളുമായി ദൈവദൂതന്മാർ കാവൽ തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവദാസന്മാരെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു ആത്മപകർച്ച കർത്താവെ ഹല്ലേലൂയ കർത്താവെ അവരുടെ മേൽ ഉണ്ടാകണമേ കർത്താവ്. ഞങ്ങളുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ത്യയിൽ കർത്താവെ ഓരോ ട്രൈബ്സിന്റെ ഇടയ്ക്കും കർത്താവെ സുവിശേഷം പറയുവാനായി കർത്താവ് ഓരോ സ്ഥലത്ത് കർത്താവെ ദൈവത്തിന്റെ മക്കളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. അന്ധകാര ശക്തി, ഇരുട്ടിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ വെളിച്ചം പകരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ നിസ്സി, യേശു അത്ഭുതം ചെയ്യുമെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്ന അപ്പച്ച, അതിനായി ഞങ്ങൾക്ക് കർത്താവെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ഫിനാൻഷ്യലി ഡിഫിക്കൽട്ടിയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദരഫലം അവിടുത്തെ ദാനമാണല്ലോ കർത്താവെ, മക്കളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ, ഇപ്പോൾ അടിയങ്ങൾ ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ്, മക്കൾ ഇല്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച, അല്ലെങ്കിൽ അനുയോജ്യമായ ജീവിത പങ്കാളിയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകത്തിൻ്റെതായ രീതിയിൽ കർത്താവെ ഞങ്ങൾ അകപ്പെടാതെ കർത്താവിന്റെ ഹിതം പ്രവർത്തിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോ ദിവസവും ഓരോ സമയം ഞങ്ങളെ മോൾഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്നതല്ല കർത്താവ് ഞങ്ങളെ നിർത്തിയതാ, ഈ ദിവസം വരെ ഞങ്ങളെ നിർത്തിയത് കർത്താവ്. ഞങ്ങൾക്ക് അഹങ്കരിക്കുവാനായിട്ട് ഒന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് കർത്താവെ. ആ ഊനമില്ലാത്ത ശരീരത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇന്ന് ദൈവസന്നിധി നിൽക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. നിത്യത നഷ്ടമാകുവാൻ ഇടവരല്ലേ അപ്പ. ഹല്ലേലൂയ. അതിന് തടസ്സമായിട്ടുള്ള സകലതും ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് താഴ്മയോടുകൂടി അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പാപങ്ങളെ ഒന്നും എൻ്റെ അപ്പച്ചൻ ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കർത്താവെ അലിവോടും കൃപയോടും കൂടി യേശുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം. വളരെ നന്ദി കർത്താവിൻ്റെ ദാസി സ്മിത ഫിലിപ്പോസ്. ആമേൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ചും സൗഖ്യത്തെക്കുറിച്ചും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിൽ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com